ഓ ഓം ശ്രീ ഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായി ദേവായ. നമ്മള് ഭഗവത്ഗീത വിചാരത്തിന്റെ 110ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അത് നമ്മൾ 18ാമത്തെ അധ്യായം, ലാസ്റ്റ് അധ്യായമായ മോക്ഷ സന്യാസ യോഗത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുകയാണ്. അതപ്പാണ് അന്നപ്പോ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ഈ 3 ഭഗവത്ഗീതയെ ഛാന്ദോഗ്യ ഉപനിഷത്തിലാണ് തത്വമസി എന്നുള്ള വാക്കുള്ളത്. തത്വമസി ഇത് പ്രജ്ഞാനം ബ്രഹ്മായം അയമാത്മാ ബ്രഹ്മ, ഇങ്ങനെ ഓരോരോ വേദങ്ങൾ പറയുന്ന മഹാവാക്യങ്ങൾ പോലെ ഛാന്ദോഗ്യ ഉപനിഷത്തിലെ മഹാവാക്യമാണ് തത്വമസി. തത്വം അസി, അതായത് തത് അത്, ത്വം നീ ആകുന്നു, അത് നീ ആകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോ പ്രപഞ്ചത്തിന് ആശ്രയമായ ബ്രഹ്മവും വ്യക്തി ശരീരത്തിന് ആശ്രയമായ ജീവാത്മാവും ഒന്ന് തന്നെയാണെന്നാണ് താല്പര്യം. അതായത് രണ്ടും തമ്മിൽ, പരമാത്മാവും ജീവാത്മാവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നതാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു ദീപത്തിൽ നിന്ന് മറ്റൊരു ദീപമോ 1000 ദീപം എടുത്താലുമോ ഈ ദീപവും ആ ദീപവും ഒന്ന് തന്നെ. അതുപോലെയാണ് പരമാത്മാവിൽ നിന്ന് വേർതിട്ട് വരുന്ന സൃഷ്ടി മുഴുവൻ ആ പരമാത്മാവ് തന്നെയാണ്. ആ പരമാത്മാവ് തന്നെയാണെന്നാണ് അതിന്റെ അർത്ഥം. ഗീതയിലെ ആദ്യത്തെ 6 അധ്യായങ്ങൾ ത്വം എന്ന പദത്തിന്റെ അർത്ഥവിവരണമാണെന്നാണ് കണക്കപ്പെടുന്നത്. 3ആയിട്ട് ഭാഗിച്ചിരിക്കുകയാണ്. 6, 3, 18. അപ്പൊ ആദ്യത്തെ 6 അധ്യായങ്ങള് ത്വം, നീ, നീ നീ എന്നുള്ള പദം, നീയാണ് അതിന്റെ അർത്ഥം. അപ്പം 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ തത് എന്നാണ് സൂചിപ്പിക്കുന്നത്. തത്ത് എന്ന് വെച്ചാല് ഭഗവാനെ പറ്റി, പരമാത്മാവ്, ജീവാത്മാവ്, പരമാത്മാവ്. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ 6 അധ്യായങ്ങൾ നമ്മൾ ഇനി പറയാൻ പോകുന്ന പിന്നെ ലാസ്റ്റ് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു 5 അധ്യായങ്ങള്. പിന്നെ ശ്രദ്ധാത്രയ വിവാഹ യോഗം കഴിഞ്ഞതോടുകൂടി 5 അധ്യായങ്ങൾ തീർന്നിനി 6ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് അസി, തത് ത്വം അസി, ത്വം തത് അസി, നീ അതാകുന്നു എന്നുള്ളതിന്റെ വ്യാഖ്യാനമാണ് ഭഗവത്ഗീത. അതായത് ഉപനിഷത് വ്യാഖ്യാനം. ഉപനിഷത്തിന്റെ തത്വമസി എന്നുള്ള ഒരു പിന്നെ ഒരു മഹാവാക്യത്തിന്റെ പിന്നെ ഇതാണ് വ്യാഖ്യാനമാണ് ഭഗവാൻ 700 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തന്നത്. ഭഗവാൻ 700 ശ്ലോകങ്ങൾ പറയുന്നില്ല, 560 എത്രയോ ആണ് സ്വാമി പറയുന്നത്. കാരണം ബാക്കിയുള്ളത് അർജുനന്റെ ക്വസ്റ്റ്യൻസും പിന്നെ സഞ്ജയന്റെ വാക്കുകളോ അങ്ങനെയാണ്. പിന്നെ ധൃതരാഷ്ട്രയുടെ ഒരു ശ്ലോകവും, ബാക്കിയുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അപ്പം അതിൽ മുഴുവൻ അടങ്ങിയിരിക്കുന്നത് തത്വമസി എന്ന ഒരു മഹാവാക്യത്തിന്റെ വ്യാഖ്യാനമാണ്. അതാണ് ജീവാത്മ പരമാത്മ ഐക്യമാണ് അവസാനത്തെ മോക്ഷ സന്യാസ യോഗത്തിൽ. ആ ഭാഗം മുഴുവനും ജീവാത്മ പരമാത്മാ ഐക്യത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് സാധകൻ, മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത്, എന്നിട്ടാണ് ആ മോക്ഷ സന്യാസ യോഗത്തിലേക്ക് എത്തി വരുന്നത്. അപ്പൊ കൃത്യമായിട്ട് നമുക്കിങ്ങനെ അതിർവരം വിട്ട് വിഭജനം സാധ്യമല്ല. പക്ഷേ ആദ്യത്തെ 6 അധ്യായങ്ങളില് പിന്നെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ തന്നെ അന്തർമുഖനായി തീർന്നു. അതായത് ബാഹ്യോന്മുഖമായ എല്ലാ ഇൻട്രസ്റ്റുകളും വിട്ടിട്ട് വിലാപത്തോടുകൂടി വളരെ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഇരിക്കുന്ന ഒരാളാണ് അവിടെ കാണുന്നത്. ആ വ്യക്തിയെ ഉണർത്തിക്കൊണ്ട് അയാളുടെ ആത്മതത്വത്തെ അറിയുന്ന പ്രക്രിയയാണ് ഭഗവാൻ ഇങ്ങനെ 3ആയിട്ട് വിഭജിച്ച് പറഞ്ഞിരിക്കുന്നത്. മറ്റധ്യായങ്ങളിലെ വിഷയപ്രാധാന്യവും അതുപോലെ നമ്മൾ കാണേണ്ടതാണ്. ഉണർന്നു വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളുടെ ഉത്തരം, അതാണ് അർജുനന് ഭഗവാൻ ബാക്കി 6 ത്വം തത് എന്നുള്ള ആ 6 ചാപ്റ്ററിലൂടെ ഭഗവാൻ പറഞ്ഞു കൊടുത്തത്. അസി എന്ന അടുത്ത ചാപ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്കും ആകുന്നു, അത് നീ ആകുന്നു എന്നുള്ളത് നന്നായിട്ട് അർജുനന് മനസ്സിലായി കഴിഞ്ഞു. നീ ഇപ്പൊ അർജുനന് തന്റെ സ്വധർമ്മം ചെയ്യുമ്പം ഈ സന്യാസ യോഗം ഒരു സന്യാസിയുടെ ഭാവത്തിലാണ് സ്വധർമാനുഷ്ഠാനം അർജുനൻ ചെയ്യാൻ പോകുന്നത്. യാതൊരു തരത്തിലുള്ള
പിന്നെ കർമ്മഫല കാംക്ഷയില്ലാതെ എല്ലാം ത്യജിച്ചുകൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുന്നു. ഭഗവാനാണ് കർത്താവ്. കർത്തൃഭാവമോ ഭോക്തൃഭാവമോ, ഞാൻ അനുഭവിക്കുന്നു എന്നുള്ള ഭാവവുമില്ല, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമില്ല. ആ ലെവലിലേക്ക് ഭഗവാൻ പിന്നെ എന്താ പറഞ്ഞ, വികാരം കൊണ്ട് അടിപെട്ട്, മമാകാരം കൊണ്ട് അടിപെട്ട് കിടന്നിരുന്ന ഒരാളെ കൈപിടുത്തി ഉയർത്തി ഈ ഒരു ഭാവത്തിലേക്ക് എത്തിക്കുന്നതാണ് ഭഗവത്ഗീതയുടെ മാഹാത്മ്യം. അത് തന്നെയാണ് ഭഗവാനെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ എന്താ പറയാ മോട്ടിവേറ്റർ സ്പീക്കർ ആയിട്ട് പറയാം. ഭഗവാൻ അത്ര അടിപടഞ്ഞു കളഞ്ഞ ഒരാളെ അത്രയ്ക്ക് പ്രചോദനം നൽകിക്കൊണ്ട് ഉണർത്തി എണീപ്പിച്ച് നിന്റെ ഡ്യൂട്ടി ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അവസാനം ഭഗവാൻ പറയണ എന്താ അറിയോ, അർജുന, ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, എല്ലാം നിനക്ക് വിസ്തരിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിന്റെ വരായികളും ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും ഒക്കെ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി പക്ഷെ നിനക്കെന്താണ് നല്ലതെന്ന് തോന്നുന്നത് ചെയ്തോളൂ. ആ ഒരു സ്വാതന്ത്ര്യം കൂടെ ഭഗവാൻ അർജുനന് നൽകുകയാണ് ചെയ്യുന്നത്. അതാണ് പിന്നെ ആദ്യത്തെ 6 അധ്യായങ്ങളെ കർമ്മകാന്ഡമായും പിന്നത്തെ 6 അധ്യായങ്ങളെ ഉപാസനാകാന്ഡമായും അല്ലെങ്കിൽ ഭക്തികാന്ഡമായും ഒടുവിലത്തെ 6 അധ്യായങ്ങളെ ജ്ഞാനകാന്ഡമായുമായിട്ട് വിഭജിച്ചിരിക്കുന്നു. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ സ്വധർമ്മമായ കർമ്മത്തെ യജ്ഞരൂപമായിട്ട് അനുഷ്ഠിക്കുക. യജ്ഞം എന്ന് വെച്ചാൽ ഈശ്വരാരാധനയാണ് യജ്ഞം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ യജ്ഞമായി തീരണമെങ്കിൽ ഈശ്വരാഭാവത്തോടുകൂടി ചെയ്യണം. അപ്പം അങ്ങനെ, അതായത് നമ്മുടെ കർമ്മഫലമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഈശ്വരന്റെ കയ്യിലൊരു ഉപകരണമാണെന്നുള്ള ഭാവത്തോടുകൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും യജ്ഞമായി മാറും. അപ്പൊ യജ്ഞമായിട്ട് അതിനെ കർമ്മയോഗമാക്കി തീർക്കണമെന്നാണ് ആദ്യത്തെ 6 അധ്യായങ്ങളിൽ ചർച്ച ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് കർമ്മകാന്ഡം എന്ന് പേരിട്ടത്. ബാക്കി അടുത്ത 6 അധ്യായങ്ങളിൽ ഭഗവാൻ ഒരു ഭക്തൻ, 12ാമത്തെ അധ്യായത്തിൽ എന്റെ ഭഗവാൻ ആരെയാണ് ഇഷ്ടം, എങ്ങനെ ചെയ്താലാണ് ഭഗവത് പ്രീതിക്ക് പാത്രമാകാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള 6 അധ്യായങ്ങളിൽ എങ്ങനെയൊക്കെയാണ് നല്ല 2 ഭാഗങ്ങളായിട്ട് മനുഷ്യരെ വിഭജിച്ചിട്ടുണ്ട്. അസുരൻ, ദേവൻ. അസുരഭാവവും ദേവഭാവവും ഒക്കെ നിർത്തിക്കൊണ്ട് ഗുണത്രയം, എങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടിയിലുള്ള ഗുണങ്ങളെ 3ആയിട്ട് ഭാഗിച്ച് എല്ലാത്തിലും സത്വത്തിനെ ഫോളോ ചെയ്യണം. നമ്മൾ ഭഗവത് പ്രാപ്തി വേണമെന്നുണ്ടെങ്കിൽ 3 ഗുണങ്ങളിൽ സത്വത്തെ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ സത്താത്ര വിഭാഗത്തിലെ പലതരത്തിലുള്ള നമ്മുടെ ആക്ടിവിറ്റീസ് ആണ്. അതായത് യജ്ഞം, യാഗം, ദാനം, തപസ്, എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു എല്ലാത്തിനും ഈ 3 ഗുണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എല്ലായ്പ്പോഴും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് സത്വഗുണ പ്രധാനമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാത്രമേ തിരഞ്ഞെടുക്കാവൂ. എന്നാൽ മാത്രമേ നമുക്ക് ഈശ്വര പ്രാപ്തി ഉണ്ടാവുള്ളൂ, ഈശ്വര സാക്ഷാത്കാരം ലഭിക്കുകയുള്ളൂ. അതാണ് ഭഗവാൻ. അപ്പൊ നീ മോക്ഷ സന്യാസ യോഗം, ജീവാത്മൈക്യം എന്ന മോക്ഷാനുഭവത്തിനായി കൊതിക്കുന്ന സത്യാന്വേഷി അവശ്യം അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന തത്വങ്ങളാണ് പ്രധാനമായും ഭഗവാൻ 17ാമത്തെ അധ്യായത്തിൽ തുടങ്ങി വെച്ചു. 18ാമത്തെ അധ്യായത്തിൽ വിസ്തരിച്ച് പറയും. ശ്രദ്ധയുടെ വകഭേദങ്ങൾ വിവേചനം ചെയ്തുകൊണ്ട് സദാചാരത്വം വെളിപ്പെടുത്തുകയാണ് 17. അതായത് സദാചാരത്തോടു കൂടി എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അതിന് സത്വഗുണ പ്രധാനമായിട്ട് എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കണം എന്നാണ് ഭഗവാൻ 17ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരുന്നത്. ഇനി അത് ഈ മോക്ഷത്തിനുള്ള ഉപായം എന്താണ്? സന്യാസം. സംന്യാസം എന്താർത്ഥം? ന്യാസം എന്ന് വെച്ചാൽ ത്യജിക്കുക, നല്ല ത്യാഗം, അതാണ് സന്യാസത്തിന്റെ അർത്ഥം. അപ്പൊ അതിനായിട്ട് പിന്നെ അത് അങ്ങനെ സന്യസിക്കുമ്പോൾ, അങ്ങനെ ത്യജിക്കുമ്പോൾ, അങ്ങനെ ത്യാഗം ചെയ്യുമ്പോഴാണ് നമുക്ക് മോക്ഷം ഉണ്ടാകുന്നത്. അപ്പൊ ഭഗവാൻ ആ സന്യാസത്തിനെ പറ്റിയും മോക്ഷത്തെ പറ്റിയും, അതുകൊണ്ടാണ് മോക്ഷ സന്യാസ യോഗം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടിനെ പറ്റിയും ഭഗവാൻ ഇതിന് വിസ്തരിച്ച് പറയുകയാണ്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് അങ്ങനെ തന്നെ പേര് നൽകിയത്. അപ്പൊ ശ്രദ്ധാത്രയ വിഭാഗം വിവരിച്ച് കേട്ട ശേഷം പിന്നെ അർജുനന് ഒരു ആഗ്രഹം തോന്നി, എന്താണ് സന്യാസം, എന്താണ് ത്യാഗം, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? സന്യാസം എന്ന് വെച്ചാൽ ത്യാഗമാണ്, അല്ല സർവസംഘ പരിത്യാഗി എന്ന് പറയല്ലോ. ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ എന്താണ്? സർവസംഘ പരിത്യാഗിന്, എല്ലാം ഉപേക്ഷിച്ച ആളാണ്. അപ്പൊ പിന്നെ ത്യാഗത്തിന് എന്താണ് വേറൊരർത്ഥമുണ്ടോ? അതറിയാനായിട്ടാണ് അർജുനന്റെ ക്വസ്റ്റ്യൻ. അർജുനൻ ചോദിക്കുകയാണ്, ഭഗവാനെ ചോദിക്കുന്നു. അർജുന ഉവാച സന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും താഗസ്യ ജ ഹൃഷീകേശ പൃഥക്കേശി നിഷൂദന. ഭഗവാനെ വിളിക്കുകയാണ്. ഭഗവാന്റെ പേരുകൾ പറയാണ് കൂടുതൽ. മഹാബാഹോ,
മഹാബാഹു എന്ന് വെച്ചാൽ ബാഹുക്കൾക്ക് അത്ര ശക്തിയുള്ളതുകൊണ്ട് മഹാപരാക്രമി. മഹാപരാക്രമി എന്ന് വിളിക്കുന്നതിനാണ് മഹാബാഹോ എന്ന് പറയുന്നത്. ഋഷികേശ, മഹാപരാക്രമിയായ ഭഗവാൻ എങ്ങനെയാണ്? ഋഷികേശനാണ്. സർവ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ കയ്യിലാണ്. ഇന്ദ്രിയങ്ങൾക്ക് വശംവദനാവുകയില്ല ഭഗവാൻ. ജിതേന്ദ്രിയനാണ്, എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ച ആളാണ്. കേശിനിഷ് ഒരു കൃഷ്ണ, സന്യാസത്തിന്റെയും ത്യാഗത്തിന്റെയും തത്വം സൂക്ഷ്മരൂപം ഒന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നു. പരാക്രമശാലിയും ജിതേന്ദ്രിയനും കേശിയെ കൊന്നവനുമായ അല്ലയോ കൃഷ്ണ, സന്യാസത്തിന്റെയും ത്യാഗത്തിന്റെയും സൂക്ഷ്മരൂപം ഒന്ന് വേർതിരിച്ചു എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയാണ്. സന്യാസവും ത്യാഗവും, സന്യാസമെന്ത് ത്യാഗമെന്ത്, ഇത് വേർതിരിച്ച് വ്യക്തമായി അറിയണം എന്നാണ് അർജുനൻ ഇവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോഴ് പിന്നെ ഗീതയുടെ 17-ാമത്തെ അധ്യായം വരെ അർജുനൻ കേട്ടു. അർജുനൻ സന്യാസവും ത്യാഗവും എന്നിട്ടും വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ലേ? അത്രയ്ക്ക് അല്പബുദ്ധിയാണോ? അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളാണോ? വ്യക്തമായി. പക്ഷെ അർജുനൻ പറയുന്നത് എന്താണ്? അർജുനൻ അത് അങ്ങോട്ട് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. നമ്മള് പൂർണ്ണമായിട്ട് മനസ്സിലാകാത്ത ഒരു കാര്യം തന്റെ ഗുരുവിനോട് ചോദിച്ചു മനസ്സിലാക്കാനുള്ള ആ ഒരു വിനയം, അതാണ് അർജുനന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സ്വഭാവം. എനിക്ക് മനസ്സിലായില്ല എന്ന് കൃത്യമായിട്ട് തുറന്ന് പറയുക. തുറന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു നാണക്കേടില്ല, അതിലൊരു മോശം വിചാരിക്കുന്നില്ല. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഗുരുക്കന്മാരെ എല്ലാ വിദ്യകളും ഉപദേശിച്ച് നൽകുകയുള്ളൂ. അപ്പൊ ഭഗവാനോട് പറയാണ്, വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് സന്യാസത്തെ ഭഗവാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, സന്യാസത്തെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അർജുനന് സംശയം തീർന്നിട്ടില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും അർജുനന് അത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ കാരണം എന്തെന്ന് വെച്ചാല് ഈ അത് കൃത്യമായി അത് അഭ്യസിച്ചില്ലെങ്കിൽ നമുക്ക് സത്യദർശനത്തിനുള്ള ഉപായങ്ങൾ അഭ്യസിക്കാതെ നമുക്ക് അതിൽ മനുഷ്യവസ്തുവിന് എപ്പോഴും ബാഹ്യവസ്തുക്കളിലാണ് അതിന്റെ താല്പര്യമുള്ളത്. അപ്പോൾ അത് ശരിയായിട്ട് മനുഷ്യന്റെ ാണ് പിന്നെ എങ്ങനെയാണ് ഭഗവാനോട് ചോദിക്കുന്നത്. അപ്പൊ കാഷായ വസ്ത്രമോ ദണ്ഡമോ കമണ്ടലുവോ ഒക്കെ അന്വേഷിച്ച് നമ്മളിങ്ങനെ നടക്കുന്ന ആൾക്കാരെ സന്യാസി എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? വീടും നാടും വിട്ടെറിഞ്ഞു പോയാൽ ത്യാഗമാകുമോ? എല്ലാവരും ധാരണ എന്താണ്? കാഷായ വസ്ത്രവും ധരിച്ച് കമണ്ടലും ഒക്കെ കൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുകയാണെങ്കിൽ അതാണ് സന്യാസം എന്നാണ് നമ്മൾ എല്ലാവരുടെയും വിചാരം. 95% ആൾക്കാരും വിചാരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് ത്യാഗം എന്ന് വെച്ചാൽ എന്താണ്? വീടും നാടും കൂടും ഒക്കെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക, അതാണ് ത്യാഗം എന്നാണ് വിചാരം. പക്ഷേ കൃഷ്ണനാകട്ടെ മഹാബാഹുവാണ്, കേശിനിഷൂദനാണ്, എന്നിട്ടും ജിതേന്ദ്രിയനുമാണ്. എല്ലാ കർമ്മങ്ങളും ഭഗവാൻ ചെയ്യുന്നുണ്ട്. ഭഗവാൻ കൊല്ലേണ്ടടുത്ത് കൊല്ലുന്നു, കളിക്കേണ്ടടുത്ത് കളിക്കുന്നു, പ്രേമിക്കേണ്ടടുത്ത് പ്രേമിക്കുന്നു, കുട്ടികൾ ഉണ്ടാവുന്നു, കല്യാണം കഴിക്കുന്നു, ഭഗവാൻ എല്ലാം ചെയ്യുന്നു. എന്നിട്ടും ഭഗവാൻ ജിതേന്ദ്രിയനാണ്. ഭഗവാൻ ഏറ്റവും വലിയ ബ്രഹ്മചാരി എന്നാണ് പറയുന്നത്. ഭഗവാനാണ് ഏറ്റവും വലിയ ബ്രഹ്മചാരി. യാതൊരു കറയും ഒന്നുകൊണ്ടും പറ്റാത്ത അച്യുത എന്ന ആയ ഭഗവാൻ. അപ്പോഴ് സന്യാസ ചിഹ്നങ്ങൾ ഒന്നുമില്ല, ഒന്നും വിട്ടെറിഞ്ഞു പോയിട്ടില്ല. ഭഗവാൻ സന്യാസിയായിട്ടുള്ള വേഷമല്ല, ഒന്ന് സുന്ദരനായിട്ടുള്ള വേഷമാണ് ഭഗവാൻ ധരിക്കുക. അതുപോലെ ഭഗവാന് ഒന്നും വിട്ടെറിഞ്ഞു പോയിട്ടില്ല. ദ്വാരകയുണ്ട്, കൊട്ടാരമുണ്ട്, 16,008 ഭാര്യമാരുണ്ട്, അത്രയും തന്നെ മക്കളുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒന്നും ഭഗവാൻ വിട്ടെറിഞ്ഞു പോയിട്ടില്ല. എന്നിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ സന്യാസിയും ഏറ്റവും വലിയ ത്യാഗിയും ഏറ്റവും വലിയ ജിതേന്ദ്രനും ഇതുവരെ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ജിതേന്ദ്രനും ഭഗവാനാണെന്നാണ് എല്ലാവരും പറയുന്നത്. അത് എങ്ങനെ? അതുകൊണ്ടാണ് അർജുനന് സംശയം. എന്താ ഭഗവാനെ അങ്ങനെ ഒരു കാര്യം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഭഗവാൻ എന്താണ് പറയാൻ പോണത്? സന്യാസം എന്ത്, ത്യാഗം എന്ത് അറിയണം അല്ലേ? ശരി, പറഞ്ഞു തരാം. ഭഗവാൻ ഉവാച
കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം കവയോ വിദുഃ സർവകർമ്മ ഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണഃ. കാമ്യാനാം, കാമം എന്ന് വെച്ചാൽ ആഗ്രഹം, ആഗ്രഹങ്ങളോടുകൂടി, അതായത് ഫലകാംക്ഷയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ, കർമ്മണാം പ്രവൃത്തികളുടെ ന്യാസം, അത് ഉപേക്ഷിക്കലാണ് സന്യാസം എന്ന്. കവയ എന്ന് വെച്ചാൽ ആരാണ്? കവികളല്ല, സത്യാന്വേഷികൾ, ഈശ്വരനെ അന്വേഷിക്കുന്ന, ഈശ്വര മാർഗത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി നടക്കുന്ന, ജീവിക്കുന്ന സത്യാന്വേഷികൾക്കാണ് പിന്നെ കവയ എന്ന് പറയാ, കവി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സത്യദർശിക്ക് സന്യാസം എന്ത് എന്ന് അവര് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. സർവകർമ്മ ഫലത്യാഗം, എല്ലാ കർമ്മഫലങ്ങളും ഉപേക്ഷിക്കലാണ് വിചക്ഷണ. വിചക്ഷണ എന്ന് വെച്ചാല് സത്യം അറിഞ്ഞവർ, ഭഗവാനെ ഈശ്വരന്റെ ആ മഹിമ അറിഞ്ഞവർ, അവര് അങ്ങനെയാണ്. പിന്നെ സത്യം കണ്ട ധീരന്മാർ പറയുന്നത് ത്യാഗം എന്ന് വെച്ചാൽ സർവകർമ്മ ഫലത്യാഗം, ഒരു കർമ്മത്തിന്റെയും ഫലം കാക്ഷിക്കാത്ത കർമ്മഫലത്യാഗത്തിനാണ് ത്യാഗം എന്ന് പറയുന്നത്. അപ്പൊ സന്യാസ ത്യാഗ നിർവചനം ഭഗവാൻ ചെയ്തത് നമുക്ക് നമ്മുടെ ആചാര്യൻ വിസ്തരിച്ച് പറഞ്ഞു തരാണ്, നമുക്ക് നോക്കാം. കവികൾ, വിചക്ഷണന്മാർ എന്നീ രണ്ട് വാക്കുകളും ഭഗവാൻ ഉപേക്ഷിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സത്യം അന്വേഷിച്ചറിഞ്ഞവർ, അതായത് ഈശ്വര സാക്ഷാത്കാരം നേടിയവർ, അവരെയാണ്. അവർ സന്യാസത്തെയും ത്യാഗത്തെയും വ്യക്തമായിട്ട് നിർവചിച്ചിട്ടുണ്ടെന്നാണ് ഭഗവാൻ വെളിപ്പെടുത്തുന്നത്. കാമ്യകർമ്മങ്ങൾ വെടിയുന്നതാണ് സന്യാസം. കാമ്യകർമ്മങ്ങൾ എന്നതിന് സ്വർഗാദി ഫലങ്ങളോടുകൂടി വേദത്തിൽ വിധിച്ചിട്ടുള്ള അശ്വമേധാദി കർമ്മങ്ങളാണെന്ന് ചിലർ പറയാറുണ്ട്. ഗീത ലോകത്തിന്റെ മുഴുവൻ കർമ്മശാസ്ത്രമാണ്. അതിനെ വേദത്തിലെ കർമ്മകാണ്ഡ വലയത്തിൽ, വേദം അല്ല ഗീത, വേദത്തിന്റെ സാരം മാത്രമേ ഗീത എടുത്തിട്ടുള്ളൂ. വേദത്തിൽ നിന്നും വേണ്ടാത്തതൊക്കെ ഭഗവാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ ഈ അശ്വമേധം വേണം, അതൊക്കെയാണ് കാമ്യകർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാൻ അത് പറയുന്നില്ല. ഭഗവാൻ ആദ്യം തൊട്ട് പറയുന്നത് കർമ്മഫലത്യാഗം, കർമ്മഫലത്യാഗം മാത്രമാണ്. കർമ്മമെല്ലാം ഭഗവാനാണ് ചെയ്യുന്നുള്ള ഭാവത്തോടെ മിക്കവാറും എല്ലാ ചാപ്റ്ററുകളിലും എല്ലാ യോഗങ്ങളിലും ഭഗവാൻ അത് പറയുന്നുണ്ട്. അതുകൊണ്ട് മഹത്തായ ആശയങ്ങൾ പിന്നെ സങ്കുചിതമാക്കാതെ കാണണം. അപ്പൊ കാമ്യകർമ്മം എന്നതിന്റെ അർത്ഥം ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് തന്നെ പിന്നെ ഫലകാംക്ഷയുള്ള കർമ്മത്തിന്റെ ത്യാഗമാണ് സന്യാസം. അപ്പൊ കർമ്മയോഗിയായിട്ട് മാറും. യോഗി എന്ന് വെച്ചാൽ സന്യാസി തന്നെയല്ലേ, അപ്പൊ യോഗിയായിട്ട് മാറും. കർമ്മത്തിന്റെ ഫലകാംക്ഷ വെടിയുകയാണ് ത്യാഗം. അതുപോലെ തന്നെ ഒരു കർമ്മവും നിഷ്കാമമായിട്ട് ചെയ്യുന്നതിനാണ് ത്യാഗം എന്ന് പറയുന്നത്. കാരണം എല്ലാ സേവനങ്ങളും ചെയ്യണം, ഒന്നും പ്രതീക്ഷയില്ല. ഭഗവാൻ ഒന്ന് ഇവിടെ പുട്ടപർത്തി ഒന്ന് സേവനം ചെയ്യുമ്പോൾ ഭഗവാൻ എത്രയോ അങ്ങനത്തെ സേവകരുണ്ട്, അറിയോ? ഇവിടെ എത്ര പേരുണ്ട്. ഭഗവാൻ ഒന്ന് നോക്കണമെന്നോ, ഒരു ദർശനത്തിന് പോകണമെന്നോ, ഭഗവാൻ ഇന്റർവ്യൂവിന് വിളിക്കണമെന്നോ, എന്തെങ്കിലും സമ്മാനം കൊടുക്കണമെന്നോ ഒന്നും ആഗ്രഹമില്ല. ഭഗവാന് വേണ്ടി ചെയ്യുന്ന ആ കർമ്മത്തിൽ, ആ സേവനത്തിൽ ആനന്ദം അനുഭവിക്കുന്ന ഒരുപാട് അതാണ് ത്യാഗം എന്ന് പറയണം, മനസ്സിലായില്ലേ? അപ്പൊ സന്യാസം ത്യാഗം അപ്പൊ എന്താണ്? സന്യാസം തന്നെ ത്യാഗം, ത്യാഗം തന്നെ സന്യാസം, രണ്ടും കൂടെ അഭേദ്യമായിട്ട് ഒന്നിച്ചിരിക്കുകയാണ്. എല്ലാം കർമ്മഫല ത്യാഗം തന്നെയാണ്. ആഗ്രഹങ്ങളില്ലാതെ കർമ്മം ചെയ്യുക, ആഗ്രഹങ്ങളെയൊക്കെ ത്യജിക്കുക, അതാണ് പിന്നെ സന്യാസം. അപ്പൊ ത്യാഗവും സന്യാസവും ഒന്ന് തന്നെ. രണ്ട് പദങ്ങളെ കുറിച്ച് സംശയം ചോദിച്ചു പിന്നെ അർജുനൻ, ത്യാഗമേത് സന്യാസമേത്? അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഭഗവാൻ രണ്ടായിട്ട് തന്നെ പറഞ്ഞേ ഉള്ളൂ. പിന്നെ രണ്ടാം ശ്ലോകം സന്യാസവും യോഗവും ഒന്നാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സങ്കല്പം സന്യസിക്കാത്തവൻ യോഗിയല്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് മനസ്സിന്റെ സങ്കല്പം, അതായത് കാംക്ഷകൾ ത്യജിക്കാത്തവർ എന്തൊക്കെ വേഷം കെട്ടിയാലും എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്താലും അതൊന്നും സന്യാസമാവില്ല. അതാണ് സങ്കല്പത്യാഗം വേണം. സങ്കല്പമാണ് സന്യസിക്കേണ്ടത്. കർമ്മസങ്കല്പങ്ങൾ അത് തന്നെയാണ് ഫലത്യാഗം. ഫലത്യാഗം എന്ന് പറയുന്നത് ഫലേച്ഛ ത്യാഗമാണെന്നുണ്ട്. ഫലത്തിന്റെ ഇച്ഛ പോലുമില്ല, ഫലം കിട്ടണം എന്നുള്ള ആഗ്രഹം പോലുമില്ല. ഞാനിപ്പോ പറഞ്ഞില്ലേ, അങ്ങനത്തെ ഒരുപാട് സേവകർ ഇവിടെ ഉണ്ട്. അവർക്ക് എനിക്ക് നേരിട്ട് അറിയുന്ന എത്ര ആണ്ടിമാർ തന്നെ ഇവിടെ ഉണ്ട്, അറിയൂ. അവർക്ക് ഒരു ആഗ്രഹവും ഇല്ല. അവർക്ക്
സ്വാമി നോക്കണമെന്നില്ല, സ്വാമിയുടെ ഭക്തനാണ് മറ്റുള്ളവര് പിന്നെ പറയണമെന്നും ഒന്നുമില്ല. അവരതിൽ തന്നെയാണ് ആനന്ദിക്കുന്നത്. അതാണ് ശരിയായ സന്യാസം. അങ്ങനെ ഫലേച്ഛത്യാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദേഹം തന്നെ കർമ്മഫലമാണ്. അതുകൊണ്ട് ദേഹമുള്ളിടത്തോളം കാലം മൂർത്തമായ കർമ്മത്തെ ത്യജിക്കുവാൻ ആർക്കും കഴിയില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ശ്വാസോച്ഛ്വാസം തന്നെ ഒരു കർമ്മമല്ലേ. എല്ലാം നമ്മുടെ ദഹനം ഒരു കർമ്മയല്ലേ, നമ്മുടെ രക്തചംക്രമണം ഒരു കർമ്മമല്ലേ. നമുക്ക് കർമ്മമില്ലാതെ ശരീരത്തിന് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ മാറ്റണം? എല്ലാ കർമ്മങ്ങളിലും നമ്മൾ ഈ ത്യാഗമനസ്ഥിതിയോടെ, ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും കാക്ഷിക്കാതെ, എല്ലാ ഫലങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളും ഈശ്വരാരാധനയായിട്ട് മാറും. അങ്ങനെ ഫലം ഈശ്വരേച്ഛയനുസരിച്ച് സംഭവിച്ചു കൊള്ളുകയും ചെയ്യും. ദേഹം ഉൾപ്പെടെ കാണപ്പെടുന്ന യാതൊന്നും തൻ്റേതല്ല എന്ന സത്യം വ്യക്തമായി അറിയുന്നതാണ് ത്യാഗം. കാണപ്പെടുന്ന എല്ലാം കർമ്മഫലമാണ്, അതൊന്നും തൻ്റേതല്ല എന്നറിയുന്നതാണ് സന്യാസവും. ത്യാഗം അഥവാ സന്യാസം എന്നതാണ് മോക്ഷത്തിനുള്ള ഉപായം എന്നാണ് ഉപനിഷത്തുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കർമ്മകാണ്ഡ വേദ ആചാരങ്ങളിൽ അകപ്പെട്ട് ബുദ്ധി മുരടിച്ചു പോയവർ സന്യാസത്തെയും ത്യാഗത്തെയും ഒക്കെ തെറ്റായി വ്യാഖ്യാനിക്കുമെന്ന് ഭഗവാൻ അറിയാം. ഭഗവാന് തന്നെ അറിയാം. ആൾക്കാര് പിന്നെ ഓരോ ഭഗവത്വാണികൾ, ഭഗവാന്റെ ഇപ്പൊ ഭഗവത്ഗീത മാത്രമല്ല, നമ്മുടെ ഭാഗവതത്തിലാണെങ്കിലും ഇപ്പം നമ്മുടെ അവതാര പുരുഷന്മാരുടെ വാക്കുകളും ഓരോരുത്തരും അവരുടെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ് അതിന്റെ വ്യാഖ്യാനം നൽകുന്നത്. അവരവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച്, അവരവരുടെ വാസനകൾക്ക് അനുസരിച്ചാണ് ഓരോരുത്തരും ഓരോന്നും വ്യാഖ്യാനിക്കുന്നത്. ഭഗവാൻ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? അവരുടെ വാദം ഒക്കെ ഉന്നയിച്ച് അതിനെ പരിഹരിക്കാൻ പോവാണ് ഭഗവാൻ. അവരുടെ വാദത്തിന് എതിരായിട്ട് എങ്ങനെയാണ് ശരിയായ സന്യാസം എന്ത്, ശരിയായ ത്യാഗം എന്ത് എന്ന് പറഞ്ഞു തരാൻ പോകുന്നു. ത്യാജ്യം ദോഷവദിത്യേക കർമ്മ പ്രാഹുർമനീഷിനഃ യജ്ഞദാന തപ കർമ്മ നത്യാജ്യമിതി ചാപരേ ഏകേ മനീഷീന. അതായത് ചിലര് നിശ്ചയപ്പെട്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത്, ഒരു മാറ്റമില്ലാത്ത തീരുമാനമെടുത്ത് വെച്ച ആൾക്കാരാണ് മനീഷിന എന്ന് പറയുന്നത്. ചില നിശ്ചയമതികൾ, ഇങ്ങനെ തന്നെയാണെന്ന് അവരങ്ങ് തീരുമാനിച്ചിരിക്കുന്നു. ദോഷവത് കർമ്മ, കാമ്യകർമ്മങ്ങളിൽ തന്നെ ദോഷമുള്ളത് ത്യാജ്യം, ഉപേക്ഷിക്കേണ്ടതാണ്. ഇതീ പ്രാഹു എന്ന് അവര് പറയുന്നു. ചിലർക്ക് ഞങ്ങൾ നല്ല ജ്ഞാനികളാണ് എന്നൊക്കെ വിചാരമുള്ളവർ കാമ്യകർമ്മങ്ങളിൽ ദോഷമുള്ളത് ത്യജിക്കണമെന്ന് പറയുന്നു. മറ്റു ചിലരെന്ത് പറയുന്നു? യജ്ഞദാന തപകർമ്മ, യജ്ഞം, ദാനം, തപസ് എന്നുള്ള ആദിയായ കർമ്മങ്ങളൊക്കെ ദോഷം തിരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ചെയ്യാം എന്നാണ് അവര് പറയണത്. ഇവര് പറയുന്നു ദോഷമുള്ള കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കണം, ഒരു കൂട്ടർ പറയുന്നു. മറ്റൊരു കൂട്ടർ പറയുന്നു ദോഷമുണ്ടെങ്കിൽ യജ്ഞം, ദാനം, തപസ് അങ്ങനെയുള്ളതൊക്കെ ചെയ്യാം എന്ന് പറയുന്നു. എന്താണ് കർമ്മത്യാഗം? ആത്മസാക്ഷാത്കാര രൂപമായ മോക്ഷമാണ് ലക്ഷ്യം. ത്യാഗമാണ് അതിനുള്ള മാർഗം. ത്യജിക്കേണ്ടത് കർമ്മത്തെയാണ്. ഏത് കർമ്മത്തെ ത്യജിക്കണം, കർമ്മത്തെ എങ്ങനെ ത്യജിക്കണം, ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. ഒരു കൂട്ടര് പറയുന്നു പിന്നെ കാമ്യകർമ്മങ്ങളിൽ തന്നെ ദോഷമുള്ളതുമുണ്ട് നല്ലതുമുണ്ട്, നല്ലതും കെട്ടതും എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പം ആ കാമ്യകർമ്മങ്ങളിൽ നല്ലതല്ലാത്തതൊക്കെ ഉപേക്ഷിച്ചാൽ മതി എന്നൊരു കൂട്ടർ പറയുന്നു. മറ്റൊരു കൂട്ടർ പറയണോ, ഇല്ല, ഈ കാമ്യകർമ്മങ്ങളും ഈ യജ്ഞം, ദാനം, തപസ്സൊക്കെ ചെയ്യാം, ഇത്തിരി മോശമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നമില്ല എന്ന് അവരും പറയണം. അപ്പൊ നമുക്ക് കൺഫ്യൂഷനായി അല്ലേ. അപ്പൊ അതാണ് ഭഗവാൻ പറയുന്നത്, ഈ കാര്യങ്ങൾ വ്യക്തമായി ധരിച്ചാൽ ഉത്തരം കണ്ടെത്താൻ പ്രയാസമൊന്നുമില്ല. കർമ്മമെല്ലാം ത്യജിച്ചാലേ മോക്ഷം സാധ്യമാവൂ. എന്നാൽ ദേഹത്തിന്റെയും മനസ്സിന്റെയും ചലനരൂപമായ കർമ്മത്തെ അപ്പടെ നമുക്ക് ത്യജിക്കുവാനായിട്ട് സാധിക്കുകയുമില്ല, ഇല്ലേ. അതുകൊണ്ട് ഫലേച്ഛ വെടിയാണ് കർമ്മത്യാഗം. കർമ്മം ഉപേക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ത്യജിക്കാം? കർമ്മഫലത്തെ ത്യജിക്കണം. അതാണ് ഭഗവാൻ പറയുന്നത്. അതിനാണ് കാമ്യകർമ്മത്യാഗം എന്ന് പറയുന്നത്. കാമ്യകർമ്മത്യാഗം എന്ന് വെച്ചാൽ ഒരു കർമ്മഫലവും ആഗ്രഹിക്കാതെ തന്റെ കർമ്മങ്ങളെല്ലാം എന്ന് വെച്ചാൽ ശരീരവും മനസ്സും കർമ്മം ചെയ്യാതെ ഇരിക്കില്ല, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ പിന്നെ അത് എങ്ങനെയാണ് അതിനെ നേർവഴിക്ക് നയിക്കുക? കാമ്യം, അതിന് ആഗ്രഹമില്ലാതെ, ഒരു ഇച്ഛയില്ലാതെ, ഫല ഇച്ഛയില്ലാതെ ചെയ്തോളൂ. അത് ത്യാഗമാണ്. ഇത് വൈദിക കർമ്മങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞാൽ കാമ്യങ്ങളായ
ഇത് വൈദിക കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ യജ്ഞം, ദാനം, തപസ് എന്നിവയ്ക്കാണ് വൈദിക കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതായത് ദൈവത്തിനെ പ്രാപിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ. നമുക്ക് ലൗകിക കർമ്മങ്ങളും ഉണ്ടല്ലോ, ബാക്കി ഒരുപാട് കർമ്മങ്ങളില്ലേ, അതെങ്ങനെ വരും? അതെങ്ങനെ സന്യാസമാവുന്നാണ് ചോദിക്കുന്നത്. ലൗകിക കർമ്മം ചെയ്തുകൊണ്ടിരുന്ന സന്യാസമാവുമോ? കാമ്യകർമ്മങ്ങൾ മാത്രം ഉപേക്ഷിച്ചാൽ മതിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, മോക്ഷം കൊതിക്കുന്നയാൾ എല്ലാത്തരം കർമ്മങ്ങളിലും ഫലേച്ഛ വെടിയുന്നതാണ് കാമ്യ കർമ്മത്യാഗം. അത് തന്നെയാണ് സന്യാസം. അത് വ്യക്തമായി ധരിക്കാതെ ചില ചിന്തകന്മാർ ത്യാഗത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർ സാഖ്യന്മാരായാലും മീമാംസകരായാലും അവരുടെ വ്യാഖ്യാനം തെറ്റെന്ന് പിന്നെ അതായത് നമ്മള് പശുഹിംസയൊക്കെ ചെയ്യുന്ന യജ്ഞാതി കർമ്മങ്ങൾ ഉപേക്ഷിച്ചാൽ മതി എന്ന് ചിലർ പറയുന്നു. അപ്പൊ അവര് ഇങ്ങനെ വ്യാഖ്യാനിക്കുമ്പോ അവര് പറയും, നമ്മള് ദാനം, യജ്ഞം, തപസ്സൊക്കെ ചെയ്യുമ്പം ഹിംസ ചെയ്താതിരുന്നാൽ മതി, അപ്പൊ അതൊക്കെ നല്ലതാവുന്നു. പക്ഷെ മനസ്സിലായില്ലേ എന്നാണ് കുറെ ആൾക്കാർ പറഞ്ഞത്. കർമ്മമേതും അല്പമെങ്കിലും ദോഷമുള്ളതായിരിക്കും. ഏത് നമ്മൾ മനുഷ്യരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു കുറ്റം വരാതെ ഒരു കർമ്മം ചെയ്യാൻ ആരെ കൊണ്ടും പറ്റില്ല. അത്രയും പരിശുദ്ധമായ കർമ്മം ചെയ്യാൻ ഒരു മനുഷ്യനും സാധിക്കില്ല. അതുകൊണ്ട് എന്ത് വേണം? ഭഗവാൻ പ്രഖ്യാപിക്കുന്നു, അങ്ങനെയാണെങ്കിൽ കർമ്മത്തെ ദോഷമുള്ളത്, ദോഷമില്ലാത്തത് എന്ന് വേർതിരിക്കുന്നത് ശാസ്ത്രീയമല്ല. കാരണം ഏത് കർമ്മം ചെയ്താലും അതിലൊരു തെറ്റ്, കുറച്ചൊരു തെറ്റ് എന്തായാലും വരും. എവിടുന്നെങ്കിലും ഒരു തെറ്റ് വരാതിരിക്കില്ല. ഒരാള് പറയും ഇത് ശരിയാണ്, മറ്റേ ആള് പറയും അല്ല ഇത് ശരിയല്ല. അപ്പൊ തന്നെ അവിടെ കൺഫ്യൂഷൻ ആയില്ലേ. അപ്പം ഒരു തെറ്റ് വരാതെ ഒരു കർമ്മവും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ത്യാഗം നടത്തേണ്ടത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കണം. യജ്ഞദാനാദി കർമ്മങ്ങൾ ആചരിക്കാതിരിക്കാൻ പാടില്ല, അത് ചെയ്യണം. യജ്ഞദാനാദി കർമ്മങ്ങൾ, തപസ്സൊക്കെ നമ്മൾ ചെയ്യണം എന്ന് ചിലര് പറയുന്നു. ചുരുക്കത്തിൽ കർമ്മത്യാഗത്തെ കുറിച്ചുള്ള അപകടകരമായ വിവിധ അഭിപ്രായങ്ങളാണ് ഭഗവാൻ ഈ ശ്ലോകത്തില് ഒരുപാട് അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പം സാധാരണക്കാരായ സാധകന്മാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് ഭഗവാൻ എന്ത് പറഞ്ഞു? അതിനെ സംഗ്രഹിച്ച് ആ അഭിപ്രായങ്ങളൊക്കെ സംഗ്രഹിച്ച് നമുക്ക് ത്യാഗം എന്ത്, സന്യാസം എന്ത് എന്ന് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ അപ്പൊ ഭഗവാൻ എന്ത് പറഞ്ഞു? ഏത് അതിന് വൈദികമായാലും നമ്മൾ ജീവിക്കുന്നതായിട്ട് ജീവിക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യുന്നതൊക്കെ ലൗകിക കർമ്മങ്ങളാണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് വൈദിക കർമ്മങ്ങളും ചെയ്യാം. നമ്മൾ നമ്മുടെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത്, കർമ്മഫലം ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുകയാണെങ്കിൽ, കർമ്മഫലത്യാഗത്തോട് ചെയ്യുകയാണെങ്കിൽ അത് യോഗമായി മാറും. അത് സന്യാസവുമാണ് ത്യാഗവുമാണ് എന്നാണ്. അപ്പൊ ഭഗവാൻ അടുത്ത പദ്യത്തിൽ പറയുകയാണ്, തന്റെ മതം ഞാൻ എന്റെ അഭിപ്രായം എന്താണെന്ന് പറയാം എന്ന് അർജുനനോട് പറയാണ്. എന്റെ അഭിപ്രായം ഈ ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ പിന്നെ തർക്കങ്ങളെ പറ്റി ഭഗവാൻ പറഞ്ഞല്ലോ, അങ്ങനെ പറയണു ഇങ്ങനെ പറയണു എന്നൊക്കെ. ശരി, എന്റെ അഭിപ്രായം എന്തെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. എന്താണ് എന്റെ അഭിപ്രായം? നിശ്ചയം സ്നുമേ തത്ര ത്യാഗേ ഭരത സത്യാഗോ ഹി പുരുഷവ്യാ ഭരതസത്തമ, ഭരതകുലശ്രേഷ്ഠനായ അല്ലയോ അർജുന, തത്ര ത്യാഗേ, ഈ ത്യാഗ വിഷയത്തിൽ ഇങ്ങനെ ആകപ്പാടെ കൺഫ്യൂഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ. അതില് നിശ്ചയം, സത്യദർശികളുടെ തീരുമാനം മേ ശൃണു, എന്നിൽ നിന്ന് കേട്ടുള്ളൂ. സത്യദർശികൾ എന്ന് വെച്ചാൽ ഈശ്വര സാക്ഷാത്കാരം നേടിയ ആൾക്കാർക്ക് എന്താണ് ത്യാഗ വിഷയത്തിൽ പറയാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം, എന്നിൽ നിന്ന് കേട്ടോളൂ. എന്തെന്നാൽ പുരുഷവ്യാഘ്ര എന്ന് വിളിക്കുകയാണ് അർജുനനെ. ധീരനായ അർജുന, ത്യാഗ എന്ന് വെച്ചാൽ കർമ്മഫലത്യാഗം 3 വിധമുണ്ട്. സംപ്രകീർത്തിത, ആ ത്യാഗത്തിലും 3 വിധത്തില് അതുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ പറയാണ്, എന്തെന്നാ കർമ്മത്യാഗം 3 വിധമുണ്ടെന്ന് വേർതിരിച്ച് നിർണയിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ ശ്രദ്ധാത്രയ വിഭാഗ യോഗം ചെയ്തതുപോലെ ഈ കർമ്മഫലത്യാഗത്തിലും 3 വിധം ത്യാഗമുണ്ടെന്ന് ഭഗവാൻ പറയുന്നു. ശൃണുമേ, നിശ്ചയം ശൃണുമേ, എന്നിൽ നിന്ന് ശ്രദ്ധയോടെ കേട്ടോളൂ, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറയുന്നു. ത്യാഗത്തിന്റെ കാര്യത്തിൽ സത്യം കണ്ടവർക്ക് ഒരു സംശയവുമില്ല. മാനസികമായ ഫലത്യാഗമാണ് ത്യാഗം. അതായത് മനസ്സുകൊണ്ട് ഉപേക്ഷിക്കണം എല്ലാം, ദേഹം കൊണ്ട് ഉപേക്ഷിച്ചാൽ പോരാ.
ത്യാഗത്തെ കുറിച്ച് ദേഹം കൊണ്ട് ഉപേക്ഷിക്കുകയാണെങ്കിൽ മടിയന്മാരായിട്ട് അലസരായിട്ട് അവിടെ എവിടെയും കിടക്കും, മനസ്സുകൊണ്ട് ഇഷ്ടംപോലെ വ്യാപരിച്ചുകൊണ്ടിരിക്കും. അതെങ്ങനെ ത്യാഗമാവും? നമ്മള് കർമ്മഫല ത്യാഗം ഞാൻ കർമ്മഫല ത്യാഗിയാണ്, എനിക്ക് ഒരു കർമ്മവും ചെയ്യേണ്ട, ഞാൻ സന്യാസിയാണ്, എല്ലാം ത്യജിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് സുഖമായിട്ട് ഇരുന്നും കിടന്ന ഒരു ജോലിയും ചെയ്യാതെ ഒന്നും ആർജിക്കാതെ ഒരു വസ്തു ചെയ്യാതെ ഇരിക്കുന്ന ഒരാളെ സന്യാസി നമുക്ക് പറയാൻ പറ്റും. ഇപ്പോഴത്തെ സന്യാസിമാര് കൂടുതലും അങ്ങനെയാണ്. പക്ഷെ അവര് സർവ്വഭോഗങ്ങളും അനുഭവിക്കുന്നു. അപ്പൊ അവരുടെ മനസ്സുകൊണ്ട് അവരൊന്നും ത്യജിച്ചിട്ടില്ല. യജ്ഞം ശ്രദ്ധാഭേദം കൊണ്ടാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ശ്രദ്ധ എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസം, നമ്മൾ ചെയ്യുന്ന യോഗം അവയിൽ സത്യമമായത് മാത്രം ചെയ്താലും പ്രധാനമായത് മാത്രമേ നമ്മൾ എത്തിക്കൂ. ഈശ്വരന്റെ പാതയിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ എല്ലാ കാര്യത്തിലും നമുക്ക് സത്യചിന്ത ഉണ്ടാവണം. സത്യദർശനത്തിന് വഴിതെളിക്കുന്നത് അത് മാത്രമാണ്. ത്യാഗവും അതുപോലെ തന്നെയാണ്. സാത്വികം, രാജസം, താമസം എന്ന് 3 തരത്തിൽ തന്നെയാണ് ത്യാഗവും ഉള്ളത്. അതുകൊണ്ട് അഭിപ്രായ ഭേദങ്ങളിൽ കുരുങ്ങി വഴിതെറ്റാൻ ഇടയാകാതെ സാത്വിക ത്യാഗമായ സർവകർമ്മ ഫലത്യാഗം. എന്താണ് സാത്വിക ത്യാഗം? മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ബുദ്ധി കൊണ്ടും സർവത്ര സർവകർമ്മ ഫലത്യാഗം ചെയ്യണം. അങ്ങനെ അത് ദൃഢമായി ശീലിക്കുകയാണ് വേണ്ടതെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇക്കാര്യത്തിൽ വൈദിക കർമ്മമെന്നോ ലൗകിക കർമ്മെന്നോ ഒരു ഭേദവും നോക്കേണ്ടതില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. സർവകർമ്മ ഫലത്യാഗം. യജ്ഞം, ദാനം, തപസ് എന്നിത്യാദി കർമ്മങ്ങളെ കുറിച്ചും അഭിപ്രായ വ്യത്യാസം കാണുന്നുണ്ട്. അപ്പൊ അതിലെങ്ങനെയാണ് ഭഗവാന്റെ അഭിപ്രായം എന്ന് അർജുനൻ ചോദിച്ചു. അപ്പൊ അതിനുത്തരം ഭഗവാൻ പറയുകയാണ്, യജ്ഞദാന തപ കർമ്മ നത്യാജം കാര്യമേവ തത് യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിനാം. യജ്ഞദാന തപ കർമ്മ, യജ്ഞം, ദാനം, തപസ് എന്നിങ്ങനെയുള്ള കർമ്മങ്ങൾ ത്യാജ്യം ഉപേക്ഷിക്കാൻ പാടില്ല. തത്കാര്യമേവ, അത് ചെയ്യുക തന്നെ വേണം. യജ്ഞം, ദാനം, തപസ് എന്നുള്ളത് എല്ലാവരും ചെയ്യേണ്ടത് തന്നെയാണ്. യജ്ഞം, ദാനം, തപ ഏവ എന്നിവ മനീഷീന, ലക്ഷ്യബോധത്തിൽ മനസ്സ്. മനീഷീന എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ല, മനീഷീന എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ തന്നെ ആർക്കാണോ ലക്ഷ്യബോധത്തിൽ മനസ്സ് ഉറച്ചിരിക്കുന്നതാണ്. എന്താണ് ലക്ഷ്യബോധം? ഒരേ ലക്ഷ്യം, ഈശ്വരപ്രാപ്തിക്കുള്ള ലക്ഷ്യം, അതിന് ഉറച്ചു നിൽക്കുന്നവർക്ക് പാവനാനി, ചിത്തശുദ്ധി നൽകുവാനാണ് എന്ത് ചെയ്യുന്നത്? യജ്ഞം, ദാനം, തപസ്. അതുകൊണ്ടാണ് അത് ഉപേക്ഷിക്കരുത് എന്ന് ഭഗവാൻ പറയുന്നത്. നമുക്ക് ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ സത്വഗുണ പ്രധാനമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. സത്വഗുണ പ്രധാന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഈശ്വരപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എന്ത് വേണം? ഭഗവാൻ പറയുന്നു, അതുകൊണ്ട് ചിത്തത്തിന് ശുദ്ധി നൽകുവാനായിട്ട് യജ്ഞം, ദാനം, തപസ് എന്നിത്യാദി കർമ്മങ്ങളൊന്നും ഉപേക്ഷിക്കരുത്. അതൊക്കെ മാർഗങ്ങളാണ്, ചിത്തശുദ്ധി നേടുവാനുള്ള മാർഗങ്ങളാണ്, അത് ഉപേക്ഷിക്കരുത്. പാവനാനി മനീഷീനാം, കർമ്മമെന്തും അതിന്റെ ബാഹ്യരൂപം കൊണ്ട് മാത്രം ശുദ്ധമെന്ന് കരുതുവാൻ വയ്യ. കർമ്മത്തിന്റെ ശുദ്ധി അത് ചെയ്യുന്ന ആളിനെ പരമലക്ഷ്യത്തോട് അടുപ്പിക്കുന്നുണ്ടോ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഒരാൾ ഈശ്വരപ്രാപ്തി നേടുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചാണ് അയാളുടെ കർമ്മങ്ങൾ ശുദ്ധമാണോ എന്ന് തീരുമാനിക്കപ്പെടുക. മനസ്സിലായില്ലേ? അല്ലാതെ വെറുതെ പുറമേക്ക് ചെയ്തുകൊണ്ട് മാത്രം ഒരാളുടെ കർമ്മവും ശുദ്ധമാകുന്നില്ല. കർമ്മത്തിന്റെ പരമലക്ഷ്യം ഒരിക്കലും ഭൗതിക ഫലപ്രാപ്തി അല്ല. ഭൗതികമായ കാര്യങ്ങൾ നേടുന്നതിനല്ല ഇതൊക്കെ ചെയ്യുന്നത്. കർമ്മങ്ങൾ അത് വെറും താൽക്കാലിക ലക്ഷ്യമാണ്. ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് ഒരു പരിധിവരെ വേണം, നമുക്ക് കുറച്ച് പ്ലാനിങ് വേണം നമ്മുടെ ഭാവിയെ പറ്റി. നമുക്ക് ഭാവിയെ പറ്റി ഒന്നും അറിയില്ലെങ്കിലും അറിയാൻ പറ്റുമോ? അത് പറ്റില്ല. നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമുക്ക് ചെയ്യണം. അപ്പൊ നമ്മള് ഭാവിയെ പറ്റി നമുക്ക് പ്ലാനിങ് ഉണ്ടാവണം, അതിലൊന്നും ഒരു തെറ്റില്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ലക്ഷ്യം എപ്പോഴും ഭഗവത് പ്രാപ്തി തന്നെ ആയിരിക്കണം. കർമ്മം ചെയ്യണമെന്നും അപ്പൊ നമുക്ക് എന്തുണ്ടാവും? ഭഗവാനെ പ്രാപിക്കലാണ് നമ്മളുടെ ലക്ഷ്യം എന്നുള്ള ലക്ഷ്യം കൈവിട്ടു പോവാതെ ഇരിക്കുമ്പോ നമ്മളെ ലൗകിക കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോഴും നമുക്ക് നമ്മളുടെ വാസനകൾ കുറഞ്ഞു കുറഞ്ഞു വരും. കാരണം നമ്മൾ ഫലം ഇച്ഛിക്കുന്നില്ല. ഫലം ഇച്ഛിക്കാതെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുകയാണ്. ആത്യന്തികമായ കർമ്മ വിമുക്തിക്ക് ചിത്തശുദ്ധി അത്യാവശ്യമാണ്.
അതാണ് മോക്ഷാനുഭവത്തിലേക്ക് വഴിതെളിക്കുന്നത്. അതുകൊണ്ട് യജ്ഞം, ദാനം, തപസ് എന്ന് തുടങ്ങിയ കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ അനുഷ്ഠിക്കും തോറും കൂടുതൽ കൂടുതൽ ചിത്തശുദ്ധി വരും. ലൗകിക കർമ്മങ്ങളിൽ പെട്ടുപോയാൽ നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാവുമോ? കൂടുതൽ കൂടുതൽ നമ്മൾ ലൗകികമായ സംസാരത്തിലേക്ക് മുഴുകിപ്പോവില്ലേ? അതേ സ്ഥാനത്ത് ലൗകിക കർമ്മങ്ങൾ അത്യാവശ്യം മാത്രം ചെയ്തുകൊണ്ട് നമ്മൾ യജ്ഞദാന തപസ്സാദികൾ മുഴുകുമ്പോൾ നമ്മുടെ ചിത്തശുദ്ധി വർദ്ധിച്ച് വർദ്ധിച്ചു വരും. നമുക്ക് ഈശ്വരപ്രാപ്തിക്കുള്ള മോഹവും കൂടി വരും, അല്ലേ? അപ്പൊ നമുക്ക് ലക്ഷ്യബോധത്തിന് കൂടുതലൊരു സന്തോഷമുണ്ടാകും, അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ബോധമുണ്ടാകും. അതുകൊണ്ട് കർമ്മം ഫലം അനുഭവിക്കുമ്പോഴൊക്കെ അവയുടെ നിസ്സാരത ഉറപ്പുവരുത്തി ഈശ്വരഭക്തിക്ക് ശക്തി. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമുക്ക് ഫലം കിട്ടും. അപ്പൊ ആ ഫലം കിട്ടിയാൽ അതിൽ തൃപ്തരാവാതെ അത് നിസ്സാരമാണ് ഈ ഫലം, ഒന്നുമില്ല എന്നുള്ള ഒരു ഭാവത്തോടു കൂടി വേണം. നമുക്ക് നമ്മുടെ ലൗകികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നല്ല ഫലങ്ങൾ ഉണ്ടാവും. അതില് ആശയും നിരാശയും ഒന്നുമില്ലാതെ നിസ്സംഗഭാവത്തോടുകൂടി സമഭാവത്തോടുകൂടി ഇരിക്കണം. അതാണ്. അത് നിസ്സാരമാണ്. ഈ വിജയങ്ങളൊക്കെ നിസ്സാരം. നമ്മള് ലൗകികമായിട്ട് നേടുന്ന എല്ലാ കാര്യങ്ങളും, ധനമാണെങ്കിലും കീർത്തിയാണെങ്കിലും അഥവാ നമുക്കിനി നല്ല നല്ല പൊസിഷൻസ് ആണെങ്കിലും പദവി, എല്ലാ അധികാരമാണെങ്കിലും എല്ലാം നിസ്സാരമാണ് കമ്പയർഡ് ടു നമ്മുടെ യഥാർത്ഥ ലക്ഷ്യമായ ഈശ്വരപ്രാപ്തി. ഈശ്വരനെ ലഭിക്കുകയാണെങ്കിൽ ഇതൊക്കെ നിസ്സാരമല്ലേ? അതുകൊണ്ട് നമുക്കെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, നമ്മൾ ചെയ്യുന്ന പോലെ കർമ്മങ്ങൾക്ക് ഫലം കിട്ടുമ്പോഴും അതിന്റെ നിസ്സാരതയെ പറ്റി ഓർമ്മിച്ചുകൊണ്ട് നമ്മള് ഈശ്വര ലക്ഷ്യമാണ്, ഈശ്വര പ്രാപ്തിയാണ് നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് മറക്കാതിരിക്കണം. അതാണ്. അങ്ങനെ വിരക്തിയും നിസ്സംഗത്വവും കൂടി വരും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള ആകാംക്ഷകളില്ലാണ്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ വിരക്തി ഉണ്ടാവും. നമുക്ക് കൂടി ചെയ്യുകയാണെങ്കിൽ കരുത്തുള്ളവരായി തീരും. അതായത് നമുക്ക് ലൗകിക കർമ്മങ്ങൾ ഉണ്ടല്ലോ, നമ്മുടെ സ്വധർമ്മങ്ങൾ. ഇപ്പൊ ഒരു ഭാര്യയായിട്ടോ ഒരു അധ്യാപകനായിട്ടോ ഒരു മന്ത്രിയായിട്ടോ ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ ഇപ്പൊ അർജുനൻ ചെയ്യുന്ന പോലെ രാജാവായിട്ടൊക്കെ ചെയ്യുമ്പോൾ എല്ലാവർക്കും അവരവരുടെ സ്വധർമ്മം, അമ്മയ്ക്ക് അച്ഛന് എല്ലാവർക്കും സ്വധർമ്മങ്ങളുണ്ട്, മക്കൾക്ക് എല്ലാവർക്കും. ആ സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോഴും നമുക്ക് ഫലത്യാഗത്തോടു കൂടിയാണ് നമ്മൾ സ്വധർമ്മം അനുഷ്ഠിക്കുന്നതെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? നമുക്ക് കരുത്തുണ്ടാവും, നമുക്ക് ശുദ്ധി ഉണ്ടാവും. അതാണ് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് ജ്ഞാനം തപസ്സൊന്നും വേണ്ടാന്ന് വെക്കണ്ട. ആ അഭ്യാസങ്ങളൊക്കെ ചിത്തശുദ്ധിക്ക് പ്രാപ്തരാക്കും നിങ്ങളെ. അപ്പോൾ കർമ്മം വൈദികമോ? വൈദികം എന്ന് വെച്ചാൽ ഈശ്വര പ്രാപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന യജ്ഞദാന തപസ് ആദിയായവ സാധനകൾ. ലൗകികം എന്ന് വെച്ചാൽ നമ്മുടെ ജീവസന്ധാരണത്തിന് വേണ്ടി, നമ്മൾ ദിവസവും ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് ലൗകികം എന്ന് പറയുന്നത്. അപ്പൊ വൈദികമായാലും ലൗകികമായാലും ഏതായാലും അതിന്റെ ബാഹ്യരൂപം രചിക്കുന്നതല്ല ത്യാഗം. അതായത് നമ്മൾ എനിക്കിതിലൊന്നും ഒരു വിശ്വാസമില്ല, ഒരു അർത്ഥമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ യജ്ഞം ദാനം തപസ്സൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അത് ത്യാഗമേ അല്ല, അത് മണ്ടത്തരമാണ്. അതുകൊണ്ട് നമുക്ക് ചിത്തശുദ്ധി നഷ്ടപ്പെടും, ചിത്തശുദ്ധി ഉണ്ടാവില്ല. ലൗകിക കർമ്മം അതുപോലെ, എനിക്കെല്ലാം ഞാൻ സർവസംഗ പരിത്യാഗം, എനിക്ക് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞിരുന്നാലും ഭഗവാൻ അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, ഭഗവാൻ അത് അഭിനന്ദിക്കുന്നില്ല. ഭഗവാൻ പറയുന്നത് കർമ്മഫലത്യാഗത്തോടുകൂടി സർവകർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം. ഒരു നിമിഷം പോലും അകർമ്മിയായിട്ടിരിക്കാൻ ഒരിടത്തും ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടേ ഇല്ല. എല്ലായിടത്തും തന്നെ കർമ്മം ചെയ്യൂ, കർമ്മഫലം ഉപേക്ഷിക്കൂ, കർമ്മഫലം ഉപേക്ഷിക്കൂ. ഭഗവാനാണ് കർത്താവ്, ഞാനല്ല ഭോക്താവ്, ഞാനല്ല കർത്താവ്, സർവം ഭഗവാൻ എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യൂ. അതാണ് ത്യാഗം. അല്ലാതെ ബാഹ്യമായിട്ട് നമ്മൾ ലൗകിക കർമ്മങ്ങൾ ഉപേക്ഷിച്ചാലും വൈദിക കർമ്മങ്ങൾ ഉപേക്ഷിച്ചാലും അത് ത്യാഗം ആവില്ല. പിന്നെ എന്താണ് ത്യാഗം ഭഗവാനെ? അത് പറയാലോ, പറയുകയാണ്. ഏതാന്യപിതു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. അല്ലയോ ഏതാനി കർമാണി അഭി. ഇപ്പൊ പറഞ്ഞിട്ടിരിക്കുന്ന കർമ്മങ്ങളെ വൈദിക കർമ്മങ്ങളായ യജ്ഞം ദാനം തപസ് എന്നിവയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവയെല്ലാം ഞാൻ ചെയ്യുന്നു, സംഘം, ഞാൻ ചെയ്യുന്നു എന്ന കർത്തൃബോധ രൂപമായ സംഘത്തോടുകൂടി. യജ്ഞം ചെയ്യുമ്പോഴും ദാനം ചെയ്യുമ്പോഴും കണ്ടില്ലേ, ഞാൻ എത്ര നല്ല യജ്ഞം ചെയ്യുന്നു, ഞാൻ എത്ര നല്ല തപസ് ചെയ്യുന്നു, ഈ ഭാവത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഫലങ്ങളൊക്കെ എനിക്ക് കിട്ടണം എന്ന
കർത്തൃപൂർവമായ ഫലേച്ഛയും കർത്തൃഭാവവും ഭോക്തൃഭാവവും വരികയാണ്. അപ്പം ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവം വരുമ്പോ കർത്തൃഭാവം, എനിക്ക് ലഭിക്കണം എന്നുള്ള ഭാവം വരുമ്പോ അത് ഭോക്തൃഭാവം. അത് രണ്ടും ഉപേക്ഷിച്ചു വേണം കർത്തവ്യാനി അനുഷ്ഠിക്കേണ്ടത്, എല്ലാ കർത്തവ്യങ്ങളും ചെയ്യേണ്ടത്. ഇതാണ് മേ മതം, എന്റെ നിശ്ചയം. ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്, എന്റെ ഉത്തമമായ മതം എന്ന് ഞാൻ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് ഇതാണ്. എന്താണത്? അതായത് കർത്തൃഭാവം ഉപേക്ഷിച്ചുകൊണ്ടും ഭോക്തൃഭാഗം ഉപേക്ഷിച്ചുകൊണ്ടും കർമ്മം ചെയ്യുക. അതാണ് ഏറ്റവും നല്ലതെന്നാണ്. ഫലേച്ഛയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അവനവന്റെ കർമ്മങ്ങൾ സ്വധർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. കർത്തൃഭാവവും പാടില്ല, ഭോക്തൃഭാവവും പാടില്ല. അതായത് ഞാനാണ് ചെയ്യുന്നുള്ള ഭാവം പാടില്ല, എനിക്ക് കിട്ടണം എന്നുള്ള ഭാവവും പാടില്ല. നിശ്ചിതം മതമുത്തമം, ദേഹമുള്ളിടത്തോളം കർമ്മം ചെയ്തേ പറ്റൂ. കർമ്മം സ്വധർമ്മമായ ലൗകിക കർമ്മമോ യജ്ഞം ദാനം തപസ് തുടങ്ങിയ വൈദിക കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ ചെയ്യാതിരിക്കാം, അതൊക്കെ അവരവരുടെ ഇഷ്ടം. നമുക്ക് ഈശ്വരനെ പ്രാപിക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിൽ ഇപ്പൊ എത്രയോ നമ്മുടെ നാട്ടിൽ തന്നെ എത്ര പേരാണ് ഈ വൈദിക കർമ്മങ്ങൾ ചെയ്യുന്നത്? അമ്പലത്തിൽ പോകുന്നവർ എത്ര കുറവാണ്. യജ്ഞം ദാനം തപസ് ഭഗവത്ഗീത അല്ലെങ്കിൽ ഭാഗവതം ഒക്കെ കേൾക്കാൻ പോകുന്നവർ എത്രയുണ്ട്? എത്ര കുറവാണ്. അങ്ങനെയുള്ള വൈദിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വളരെ കുറവല്ലേ? നമ്മൾ കമ്പയർ ടു നമ്മുടെ പോപ്പുലേഷൻ എടുത്ത് വെച്ച് നോക്കിയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വിരലിൽ എണ്ണാവുന്ന ആൾക്കാരല്ലേ ഇതിനൊക്കെ പോകുന്നുള്ളൂ. കൂടുതൽ പേര് എന്താണ് ചെയ്യുന്നത്? ലൗകിക കർമ്മത്തിലാണ് അവർ മുടങ്ങിയിരിക്കുന്നത്. അവരൊരു അമ്പലത്തിൽ പോയാലും അവിടെയും ലൗകിക കർമ്മമാണ് എല്ലാം അവർ ചെയ്യുന്നത്. കാരണം ഫലേച്ഛയോടുകൂടിയാണ് അവിടെ പോണത്. വഴിപാട് കഴിക്കുന്നത് ഫലേച്ഛയോടുകൂടി, നമസ്കരിക്കുന്നത് ഫലേച്ഛയോടുകൂടി, ശയന പ്രദർശനം ചെയ്യുന്നത് ഫലേച്ഛയോടുകൂടി, എല്ലാം ചെയ്യുന്നത് ലൗകിക കർമ്മങ്ങൾ സ്വധർമ്മം തോന്നി ചെയ്യുന്നതൊക്കെ ഇച്ഛ ആഗ്രഹം വെച്ചുകൊണ്ടാണ്. അപ്പൊ പിന്നെ അതെങ്ങനെ ത്യാഗമാവും? ഇല്ലേ? അതാണ് ഭഗവാൻ പറഞ്ഞത്, സ്വധർമാനുഷ്ഠാനത്തിനിടയ്ക്കും യജ്ഞാതി ദാനകർമ്മങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റിയ നല്ലതാണ്. നമ്മൾ കുറച്ചു പേരൊക്കെ ചെയ്യുന്നത്, കുറച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ. അതായത് നമ്മുടെ സ്വധർമ്മ ഗാർഹിക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നു, അതിന്റെ കൂടെ തന്നെ ഭജന അറ്റൻഡ് ചെയ്യുന്നു, കുറച്ച് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നു, കുറച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ യജ്ഞം ദാനം തപസ്സും. അല്ലാതെ നമുക്കിപ്പോ യാഗങ്ങളോ യജ്ഞങ്ങളോ തപസ്സോ ഒക്കെ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇതൊക്കെ തന്നെയാണ് അത്. അതായത് ഈശ്വരനിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഏത് കർമ്മവും യജ്ഞവും ദാനവും തപസ്സുമാണ്. അത് യാതൊരു സംശയമില്ല, അതിന് വലിയ ഒരുക്കൊന്നും വേണ്ട. നമ്മൾ വീട്ടിൽ നിന്ന് നാമം ജപിച്ചാലും തപസ്സാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഈശ്വര ബുദ്ധിക്ക് ശക്തി കൂട്ടി ലക്ഷ്യബോധമുള്ള ഒരാൾക്ക് ചിത്തശുദ്ധി നൽകുന്നത് എന്താണ്? അതൊക്കെ നമുക്ക് നമ്മുടെ ലൗകിക കർമ്മങ്ങളുടെ കൂടെ ചെയ്യാം. ലൗകിക കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകും, നമ്മൾ അതിൽ അടിപ്പെട്ടു പോകും. അപ്പൊ നമുക്ക് ഈശ്വര ബോധത്തെ പറ്റി ഒരു ചിന്തയും ഉണ്ടാവില്ല. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ലൗകിക ഭൗതിക അതിൽ മുഴുകിപ്പോവും. അതേ സമയത്ത് അതിന്റെ കൂടെ ദാന കർമാദികൾ, അതായത് ഈശ്വര സേവയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറ്റും? ചിത്തശുദ്ധി നൽകും. സത്യാനുഭവത്തിന് വഴിതെളിക്കണമെന്നുണ്ടെങ്കിൽ സംഘവും ഫലേച്ഛയും വെടിഞ്ഞ് ചെയ്തെങ്കിലേ പറ്റൂ. അതായത് കർമ്മം ചെയ്യുമ്പോൾ സംഘം എന്ന് വെച്ചാൽ എന്താണ്? എന്റെ എന്നുള്ള ഭാവം, ഞാൻ എന്ന ഭാവം, അതാണ് സംഘം എന്ന് പറയുന്നത്. ഫലേച്ഛ എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലം കിട്ടണം, അതാണ്. ആ ഫലേച്ഛ വെടിഞ്ഞുകൊണ്ട് ഞാനാണ് കർമ്മം ചെയ്യുന്നുള്ള ഭാവത്തോടെ അല്ലാതെ വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യുവാൻ. അപ്പൊ കർമ്മം ഏതായാലും ജീവഭാവങ്ങൾക്ക് ശക്തി കൂട്ടിയാൽ ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമാകും. ജീവഭാവം എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ എന്റേത് എന്നുള്ള ഭാവത്തിനാണ് ജീവഭാവം എന്ന് പറയുന്നത്. അതിന് നമുക്ക് ശക്തി കൂട്ടിയാൽ നമുക്ക് ആത്മസാക്ഷാത്കാരത്തിനുള്ള അവസരം കുറയും. അപ്പം ജീവഭാവങ്ങൾക്ക് ശക്തി കുറഞ്ഞാൽ ഞാനല്ല, എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത് കൃത്യമായിട്ട് വിശ്വസിച്ചിട്ട് വേണം. വാഗൊണ്ട് പറഞ്ഞാൽ പോരാ, നമ്മുടെ മനസ്സിൽ രൂഢമൂലമായ വിശ്വാസം വേണം. എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്, ഭഗവാൻ എന്ത് ചെയ്താലും ഞാൻ സ്വീകരിച്ചോളാം, ഭഗവാൻ ചെയ്യുന്നതൊക്കെ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ വിശ്വാസത്തോടുകൂടി ഭഗവാൻ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ലൗകിക കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ജീവഭാവത്തിന് കുറവുണ്ടാവും, നമ്മുടെ ഞാൻ എന്റേത് എന്നുള്ള ഭാവം കുറയും. അപ്പൊ നമുക്ക് ചിത്തശുദ്ധി ഉണ്ടാവും. കർമാനുഷ്ഠാനത്തിൽ ഞാൻ ചെയ്യുന്നു എന്ന കർത്തൃഭാവത്തിനാണ് സംഘം എന്ന് പറയുന്നത്. ജഗത്ത് ഈശ്വരമയമാണെന്നും ഞാൻ ഈശ്വരന്റെ കയ്യിൽ ഒരു ഉപകരണം മാത്രമാണെന്നും ഭാവന ചെയ്ത് ഈ സംഘം നമ്മൾ കുറച്ചുകൊണ്ടേ വരണം. ഞാനാണ് ചെയ്യുന്നതെന്നുള്ള ആ സംഘം കുറച്ചുകൊണ്ടേ വന്നു എനിക്ക് കിട്ടണം എന്നുള്ളതിനാണ് ഫലേച്ഛ എന്ന് പറയുന്നത്. കർമ്മം ചെയ്യാനേ എനിക്ക് കഴിയൂ, ഫലം ഭഗവാന്റെ കയ്യിലാണ്. കർമ്മണ്യേവാധികാരസ്തേ, 3-ാമത്തെ ചാപ്റ്റർ ഭഗവാൻ പറഞ്ഞു, കർമ്മം ചെയ്യാൻ മാത്രമാണ് അർജുന നിനക്ക് ഇതുള്ളത്,
നിനക്ക് പിന്നെ റൈറ്റ് ഉള്ളത്, അതിന്റെ ഫലം തരേണ്ടത് ഈശ്വരനാണ് എന്ന ഭാവന ചെയ്ത് ഫലേച്ഛ കൈവിടണം. എന്താ തന്നെ ഭഗവാൻ നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തു, അതിന്റെ ഫലം എന്തായാലും ഞാൻ സ്വീകരിച്ചോളാം, അതെനിക്ക് നല്ലത് തന്നെയായിരിക്കും. കാരണം ഭഗവാന് നമ്മുടെ ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, എത്രയോ ജന്മങ്ങൾ, ആയിരം ജന്മങ്ങൾ മുമ്പുള്ള കാര്യം അറിയാം. വരാൻ പോകുന്ന ആയിരം ജന്മങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളും ഭഗവാൻ അറിയാം. ഇതെല്ലാം കൂടെ ആകെക്കൂടെ കൂട്ടിയിട്ടാണ് ഭഗവാൻ നമുക്ക് കർമ്മഫലങ്ങൾ തരുന്നത്. അതുകൊണ്ട് ഈശ്വരബുദ്ധിയും ഉറപ്പിച്ചുകൊണ്ട് ലൗകികമായാലും വൈദികമായാലും ചെയ്യേണ്ട കർമ്മമൊക്കെ ഭംഗിയായിട്ട് ചെയ്യണമെന്നാണ് ഭഗവാന്റെ ഉത്തമ പക്ഷം. കർമ്മം ചെയ്യവേ സംഘവും ഫലവും മാനസികമായി ത്യജിക്കുന്നതാണ് യഥാർത്ഥമായ ത്യാഗം. ഇത് തന്നെയാണ് സന്യാസം. വസ്തുത ഇതാണെങ്കിൽ ത്യാഗത്തെക്കുറിച്ച് മതഭേദം എന്തുകൊണ്ടുണ്ടായി? മതഭേദം എന്ന് വെച്ചാൽ അഭിപ്രായ വ്യത്യാസം. മതം എന്ന് വെച്ചാൽ ഇവിടെ റിലിജിയൻ അല്ല. മതം എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ ഭഗവത്ഗീതയിൽ മതം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അഭിപ്രായ വ്യത്യാസം എന്നാണ്. മറ്റുള്ളവർ രണ്ടുപേരുടെ വിഷയങ്ങൾ മാറി, രണ്ടുപേരുടെ അഭിപ്രായം. അപ്പം വസ്തുത ഇതാണെങ്കിൽ യഥാർത്ഥമായ ത്യാഗം, സന്യാസം എന്ന് പറയുന്നത് കർമ്മഫല ത്യാഗമാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മതഭേദം ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്? അത് ഭഗവാൻ പറയുന്നു ശ്രദ്ധാഭേദം കൊണ്ടാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ശ്രദ്ധയിൽ താമസികം, രാജസികം, പിന്നെ സാത്വികം എന്നുള്ളത് ഏത് മുന്നിട്ട് നിൽക്കുന്നു അതനുസരിച്ചാണ് അതിന് വ്യത്യാസം വരുന്നത് എന്ന് ഭഗവാൻ കൃത്യമായിട്ട് പറയുകയാണ്. അടുത്ത 3 പദ്യങ്ങളിൽ സ്വാമി അതാണ് പറഞ്ഞു തരാൻ പോണത്. ആദ്യം താമസം, നമ്മുടെ ശ്രദ്ധാത്രയ വിഭാഗയോഗം ഓർമ്മയുണ്ടല്ലോ. ശ്രദ്ധാത്രയത്തിലെ പോലെ താമസമാണ് നമ്മളുടെ മനസ്ഥിതി എന്നെങ്കിൽ, നമുക്ക് മനസ്ഥിതി നമ്മളെ താമസഭാവത്തിലാണ് നമ്മുടെ ശ്രദ്ധയെങ്കിൽ ഈ ത്യാഗത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും പറയാം. താമസമാണെങ്കിൽ എങ്ങനെയിരിക്കും? ഭഗവാൻ പറയാണ്, നിയതസ്യതു സന്യാസ കർമ്മണോ നോപപദ്യതേ മോഹാത്തസ്യ പരിത്യാഗ താമസ പരികീർത്തിതഃ. നിയതസ്യ, അതായത് 2 നിയമങ്ങൾ, 2 നിയതങ്ങളായിട്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വൈദികം, ഒന്ന് ലൗകികം. ലൗകികമായാലും വൈദികമായാലും ഒരാൾ ചെയ്യാൻ തികച്ചും ബാധ്യസ്ഥനായ കർമ്മങ്ങളാണ്. എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാതിരിക്കാൻ പറ്റില്ല. വൈദികമായാലും കൊള്ളാം, ലൗകികമായാലും കൊള്ളാം, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. അങ്ങനെയുള്ള കർമ്മത്തിന്റെ സന്യാസത്തു, ഒഴിവാക്കൽ, അതിനെ ഒഴിവാക്കുന്നത്. സന്യാസം എന്ന് വെച്ചാൽ ഇവിടെ ഈ സന്യാസത്തിന്റെ അർത്ഥം ഒഴിവാക്കുക എന്നാണ്. എന്താ സന്യാസം എന്ന് വെച്ചാൽ ത്യാഗം എന്നാണല്ലോ അർത്ഥം. ഇവിടെ എന്താണ് ത്യജിക്കുന്നത്? ലൗകികമായും വൈദികമായും ഒരാൾ ചെയ്യാൻ ബാധ്യസ്ഥമായ, യു ആർ റെസ്പോൺസിബിൾ ടു ഡു ഇറ്റ്, അത് ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരിക്കലും ഉപപദ്യതേ, നോപപദ്യത എന്നുള്ള വാക്കിന്റെ അർത്ഥം ന ഉപപദ്യത എന്നാണ് വേർതിരിക്കുമ്പോൾ. കർമ്മണ നോപപദ്യതേ, കർമ്മണ ന ഉപപദ്യതേ. അപ്പം കർമ്മണങ്ങൾ ഒരിക്കലും യോജിച്ചതല്ല. മോഹാത്തസ്യ അങ്ങനെയുള്ള മോഹം കൊണ്ട് പരിത്യജിക്കുകയാണെങ്കിൽ, വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അത് താമസമായ ത്യാഗമാണ്. അതായത് ലൗകികമായും വൈദികമായും ഒരാൾ തികച്ചും ചെയ്യാൻ ബാധ്യസ്ഥനായ കർമ്മങ്ങൾ അത് ഒഴിവാക്കിക്കൊണ്ട് ഇരിക്കുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല, യോജിച്ചതല്ല. വിവേകശൂന്യത കൊണ്ടത് വേണ്ടെന്ന് വെക്കുന്നതാണ് താമസമായ ത്യാഗം എന്ന് പ്രഖ്യാപനം. അപ്പൊ താമസമായ ത്യാഗം എന്താണ്? ചെയ്യേണ്ടതൊന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുക, അത് തന്നെ താമസമായ ത്യാഗം എന്ന് വെച്ചാല് ഞാൻ ത്യജിക്കുകയാണെന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്, പക്ഷെ ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും, ബാധ്യസ്ഥനായ കർമ്മങ്ങൾ, നമ്മുടെ ഡ്യൂട്ടി ആയ കർമ്മങ്ങൾ പോലും ഡ്യൂട്ടി ഈസ് ഗോഡ്, അതാണ് വർക്ക് ഇസ് വർഷിപ്പ്, അതാണ് ശരിയായ സാത്വിക ഭാവം. അതിന് പകരം ഇതെല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അത് വെറും താമസമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. താമസ പരികീർത്തിത. നിയതകർമ്മം സന്യസിക്കാൻ പാടില്ല. സന്യസിക്കാൻ വെച്ചാൽ ത്യജിക്കുക. നിയതകർമ്മം സന്യസിക്കാൻ പാടില്ല, ത്യജിക്കാൻ പാടില്ല. അതായത് നമ്മൾക്ക് ചെയ്യേണ്ടതായ കർമ്മത്തിനാണ് നിയതകർമ്മം എന്ന് പറയുന്നത്. അത് 2 തരത്തിലുണ്ട്, വൈദികവുമുണ്ട്, ലൗകികവുമുണ്ട്. പരിതസ്ഥിതികൾ ഒരുവനെ കൊണ്ട് ചെയ്യാൻ കടപ്പെട്ടവനാക്കി തീർക്കുന്ന സ്വധർമ്മങ്ങളാണ് നിയതമായ ലൗകിക കർമ്മങ്ങൾ. ഒരു മക്കളാണെങ്കിൽ അച്ഛനമ്മമാരെ നോക്കണം, അച്ഛനമ്മമാരാണെങ്കിൽ മക്കളെ നോക്കണം. ഇതൊക്കെ അവരുടെ നിയതകർമ്മങ്ങളാണ്, അവരനുസരിച്ചേ പറ്റൂ. അതുപോലെ തന്നെ എല്ലാ കർമ്മങ്ങളും, നമ്മുടെ ലൗകിക ജീവിതത്തിലുള്ള നമ്മുടെ എല്ലാ ഡ്യൂട്ടികളും.
ദൃഷ്ടാന്തമായി ഒരാൾ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ച ഒരു കുടുംബത്തിന്റെ ചുമതല തന്നിൽ വന്നു ചേർന്നു. ഈ ഘട്ടത്തിൽ ആ കുടുംബരക്ഷയ്ക്ക് അയാൾ കടപ്പെട്ടവനായി തിരികണം. അത് അയാളുടെ ഡ്യൂട്ടിയാണ്, കുടുംബത്തെ രക്ഷിക്കുക എന്നുള്ളത്. അർജുനൻ തന്നെ പാണ്ഡവരിലുള്ള ആളായി സവ്യസാചി ഒരുപാട് അസ്ത്രങ്ങൾ ഒരുമിച്ചെറിയാൻ കഴിവുള്ള ആൾ, അതാണ് സവ്യസാചി. പോരാളിയായിട്ട് വളർന്നു. അപ്പോഴ് ഈ ഈ പരിതസ്ഥിതിയിൽ യുദ്ധം വന്നു ചേരുകയും ചെയ്തു. ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അതാണ് അങ്ങനെ കടപ്പെട്ടതാണ് യുദ്ധം ചെയ്യാന്നുള്ള അർജുനന്റെ ഡ്യൂട്ടിയാണ്, അത് ചെയ്തേ പറ്റൂ. സ്വധർമ്മമാണ് നിയതമായ ലൗകിക കർമ്മം. ഇങ്ങനെ ലൗകികമായ വിവിധ കർമ്മകാണ്ഡങ്ങളിൽ നിൽക്കും. നമുക്ക് ഇപ്പൊ അർജുനന് യുദ്ധം, നമുക്ക് വേറെ വല്ലമായിരിക്കും. എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാവർക്കും അവരവരുടേതായ കർമ്മകാണ്ഡങ്ങളുണ്ട്, അവരുടേതായ കർമ്മ പദ്ധതികളുണ്ട്, അവരവരുടേതായ സ്ഥലങ്ങളുണ്ട്, അവിടെയാണ് അവര് ചെയ്യേണ്ടത്. അപ്പോഴ് വിദ്യാമാർഗത്തിൽ മുന്നേറാൻ ഓരോരുത്തർക്കും അനുരൂപമായ, അപ്പം ഓരോരുത്തർക്കും ആ ഓരോ സ്ഥലങ്ങളിൽ നിൽക്കുന്നവരും എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു തരുന്ന കർമ്മങ്ങൾ, നമുക്ക് അതിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് അത് എന്തിന്? ഈശ്വരമാർഗത്തിലേക്ക്, വിദ്യയുടെ മാർഗത്തിലേക്ക്. നമ്മൾ അവിദ്യയുടെ മാർഗത്തിൽ നിന്നുകൊണ്ട് ലൗകിക കർമ്മങ്ങൾ ചെയ്യുന്നു. അതേസമയം കൂടെ തന്നെ നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയാണ് വിദ്യാമാർഗത്തിലൂടെ ഈശ്വരമാർഗത്തിലേക്ക് ചരിക്കേണ്ടതെന്ന് പറഞ്ഞു തരില്ലാതെ പരിത്യജിക്കുന്നതാണ് താമസത്യാഗം. ലൗകിക കർമ്മവും ത്യജിക്കുന്നു, വൈദിക കർമ്മവും ത്യജിക്കുന്നു. അതിനാണ് താമസത്യാഗം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് താമസത്യാഗം ചെയ്യുന്നത് ആൾക്കാര്? സ്വാർത്ഥതയുടെ കൂടുതൽ കൊണ്ടോ, നിരാശ കൊണ്ടോ, ഇപ്പൊ അർജുനനെ പോലെ വിഷാദം കൊണ്ടോ. അർജുനനിപ്പം യുദ്ധം ചെയ്യില്ല എന്ന് വെച്ചാൽ താമസമായിട്ടുള്ള ത്യാഗമാണ്. പിന്നെ വിഷാദം കൊണ്ടൊക്കെ സ്വധർമ്മം വെടിയുന്നതാണ്. മോഹം കൊണ്ടുള്ള ലൗകിക കർമ്മ പരിത്യാഗം നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ടല്ലോ. എത്രയോ കുടുംബം നോക്കാത്ത ഗൃഹസ്ഥന്മാരെ, അല്ലെങ്കിൽ കുടുംബം നോക്കാത്ത അമ്മമാരെയൊക്കെ നമ്മൾ ഇഷ്ടം നല്ലപോലെ പഠിപ്പിക്കാത്ത ടീച്ചർമാര്, ഇവരെല്ലാം ചെയ്യുന്നത് എന്താണ്? താമസമായ കർമ്മമാണ് അവർ ചെയ്യുന്നത്. താമസത്യാഗം അതാണ് അവർ ചെയ്യുന്നത്. അപ്പോഴേ തങ്ങളുടെ സ്വധർമ്മം ചെയ്യുന്നില്ല, അതാണ്. അപ്പം ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഈശ്വരനില്ലെന്ന് ഉറച്ചിട്ടോ, ഭൗതിക സുഖങ്ങളുള്ള അത്യാസക്തി നിമിത്തമോ ഒക്കെ ഈശ്വരപരമായ അനുഷ്ഠാനങ്ങൾ വെടിയുന്നതാണ് മോഹം കൊണ്ടുള്ള വൈദിക കർമ്മ പരിത്യാഗം. ലൗകിക കർമ്മ പരിത്യാഗം എന്താണ്? മോഹം കൊണ്ട് സ്വധർമ്മം വെടിയുക, നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ, ഡ്യൂട്ടികൾ ചെയ്യാതിരിക്കുക. അതിനാണ് താമസ ത്യാഗം എന്ന് പറയും. ലൗകിക താമസ പരിത്യാഗം എന്ന് പറയുന്നത് അവനവന്റെ ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നതാണ്. അതേ സമയത്ത് മറ്റുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ട് വൈദിക കർമ്മങ്ങളൊക്കെ അതൊന്നും കൊണ്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അതിലൊക്കെ നമ്മൾ പെട്ടുപോയിട്ട് നമ്മളുടെ യജ്ഞദാന തപസ്സാദികളൊന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ, അങ്ങനെയുള്ള മോഹം കൊണ്ട് നമ്മൾ വൈദിക കർമ്മങ്ങളെ പരിത്യജിക്കുന്നതിനാണ്, അതും താമസമാണ്. ഈ വിധത്തിലുള്ള പരിത്യാഗം ആലസ്യത്തിലും പരദ്രോഹത്തിലും മനസ്സിനെ കൊണ്ടെത്തിച്ച് പതിപ്പിക്കും. ഇത്തരം ഒരു ത്യാഗി, സന്യാസത്തിന്റെ അങ്ങനെ ഒരാള് സന്യാസം ധരിച്ചിട്ടുണ്ടാവും, കമണ്ടലുണ്ടാവും, സന്യാസ വേഷം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ അയാൾ സ്വയം ഇരുട്ടിലേക്ക് പതിക്കുന്ന ആത്മഘാതിയാണ്. അയാൾ സ്വയം നശിക്കുകയാണ്. അയാൾ ആത്മാവിനെ അയാൾ തന്നെ കൊല്ലുകയാണ്. ആത്മഘാതി എന്നാണ് ഭഗവാൻ പറയുന്നത്. ആത്മഘാതി എന്ന് അറിയേണ്ടതുണ്ട്. പുറമേ ത്യാഗമുണ്ട്, പക്ഷേ ആ ത്യാഗം ഇരുട്ടിന്റെ മാർഗമാണ്. എന്തുകൊണ്ട്? അയാളുടെ ലൗകിക കർമ്മങ്ങള് മോഹം കൊണ്ട് അങ്ങേരെ വെറുതെ അങ്ങോട്ട് ഉപേക്ഷിച്ചു. നമ്മുടെ ഡ്യൂട്ടികളൊന്നും ചെയ്യാതെ, സ്വധർമ്മം ചെയ്യാതെ, സ്വധർമ്മേ നിധനം ശ്രേയാന്നാണ് ഭഗവാൻ പറഞ്ഞേ. അർജുന സ്വധർമ്മം ചെയ്യുമ്പോൾ മരിച്ചാൽ പോലും ശ്രേയസ്സാണ്. അപ്പം സ്വധർമ്മം ഉപേക്ഷിക്കുന്നവർക്ക് എത്ര പിന്നെ ചീത്തപ്പേരുണ്ടാവും എന്ന് ആലോചിച്ചോളൂ. അതാണ് ലൗകിക കർമ്മ ത്യാഗം. അതുപോലെ തന്നെയാണ് വൈദിക കർമ്മത്യാഗം. മറ്റുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ട് പൂജയ്ക്കും പോവില്ല, ഭജനയ്ക്കും പോവില്ല, അമ്പലത്തിലും പോവില്ല, ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടില്ലേ? അവരെന്താണ് ചെയ്യുന്നത്? അവരും താമസന്മാരാണ്. ബാഹ്യമായിട്ട് വലിയ മോടിയും കൂപ്പും നല്ല സന്യാസ വേഷമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ ത്യാഗികളല്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. മാത്രമല്ല അത് താമസം എന്ന് വെച്ചാൽ ഇരുട്ടാണ്. അവ ഇരുട്ടിന്റെ മാർഗത്തിലൂടെ ചരിക്കുന്നവരാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഇനി രാജസമായ ത്യാഗം എന്താണ്? ദുഃഖമിത്യേവ യത്കർമ്മ കായകേശവയാ ത്യജേത് സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. യത് കർമ്മ,
അതായത് സ്വധർമ്മമായ കർമ്മം. ഭഗവാൻ ഇവിടെ പറയുന്ന എല്ലാവർക്കും സ്വധർമ്മമുണ്ട്. എവരി ഹ്യൂമൻ ബീങ്, ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും സ്വധർമാനുഷ്ഠാനമുണ്ട്. അയത് കർമ്മ, അതുകൊണ്ട് സ്വധർമ്മമായ കർമ്മത്തെ ദുഃഖം ഇതി ഏവ, ഒരുവൻ ഇത് ദുഃഖമാണെന്ന് കരുതിയിട്ട് കായം ക്ലേശയാ, ദേഹ ആയാസത്തെ ഭയന്ന് ത്യജേത്, ഉപേക്ഷിക്കുന്നു എങ്കിൽ അവൻ രാജസം ത്യാഗം കൃത്വ, രജോ ഗുണപ്രധാനമായ ത്യാഗമാണ് ചെയ്യുന്നത്. ത്യാഗഫലം, ത്യാഗത്തിന്റെ ഫലമായ ആത്മശാന്തി ന ഏവ ലഭ്യത്, ഒരിക്കലും അയാൾക്ക് ലഭിക്കുകയില്ല. കർമ്മത്തെ മുഴുവൻ എനിക്കിതൊന്നും ചെയ്യാൻ വയ്യാതെ, എന്ത് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെയുള്ളവർക്ക് ദുഃഖമാണെന്ന് കരുതി ഭയന്നും ഒരാൾ തന്റെ സ്വധർമ്മത്തെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ അയാൾക്ക് ഗുണപ്രധാനമായ ത്യാഗം അനുഷ്ഠിച്ചിട്ട് ത്യാഗത്തിന്റെ ഫലമായ ആത്മശാന്തി ലഭിക്കാത്തവനാണ്. ത്യജിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? ആത്മശാന്തിയാണ് കിട്ടുന്നത് ത്യജിക്കുന്നത് കൊണ്ട്. ഇവിടെ ഇങ്ങനെ ത്യജിക്കുന്നത് കൊണ്ട്, അതായത് ആയാസമാണ്, ദേഹം കൊണ്ട് ആയാസമാണ്, എനിക്ക് ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ചെയ്താൽ എനിക്ക് ദുഃഖമേ ഉണ്ടാവും, ഞാനൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞ് എന്റെ സ്വധർമ്മങ്ങൾ, നമ്മുടെ സ്വധർമ്മങ്ങൾ ആരുപേക്ഷിച്ചാലും അത് രാജസമായ ത്യാഗമാണ്. ആ രാജസത്യാഗത്തിന് എന്താണ് പ്രശ്നം? ആത്മശാന്തി ലഭിക്കാൻ പറ്റില്ല, ഒരിക്കലും ആത്മശാന്തി ഉണ്ടാവില്ല. നൈവത്യാഗ ഫലം ലഭേ, ചിത്തശുദ്ധിയും ആത്മാനുഭവമാണ് ത്യാഗം കൊണ്ട് കിട്ടേണ്ട ഫലം. അതിന് കർമ്മമല്ല ത്യജിക്കേണ്ടത്, ഫലേച്ഛാരൂപമായ കർമ്മവാസനയാണ് ത്യജിക്കേണ്ടത്. കർമ്മം ത്യജിക്കാൻ പാടില്ല, കർമ്മവാസന ത്യജിക്കണം. വാസന എന്ന് വെച്ചാൽ എന്താണ്? കർമ്മഫലം കാക്ഷിക്കുന്നതാണ് വാസന. ശക്തമായ കർമ്മവാസന ഉള്ളപ്പോൾ അതിനെ ബലാൽ പിടിച്ചമർത്തി കർമ്മം ചെയ്യാതിരിക്കുന്നത് വലിയ അപകടമാണ്. അപ്പോൾ കർമ്മം ചെയ്തതും കുറച്ചൊക്കെ ഫലം അനുഭവിച്ചും അതോടുകൂടി ആത്മവിചാരം ചെയ്തും വിരക്തി വർദ്ധിപ്പിച്ചു വേണം കർമ്മവാസനയെ ക്രമേണ ജയിക്കേണ്ടത്. അത് ചെയ്യാതെ ഒരുവൻ ഉള്ളിൽ ശക്തമായ കർമ്മം ചെയ്യാനുള്ള ശക്തമായ വാസനയുണ്ട്, പക്ഷേ സ്വധർമ്മമൊന്നും അനുഷ്ഠിക്കാതെ ഇത് ദുഃഖമാണ്, ഇതെനിക്ക് ബാഹ്യമായിട്ട് ശരീരത്തിന് പറ്റില്ല, ദേഹായാസം ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ ഭയന്ന് അവനവൻ ചെയ്യേണ്ട അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങളെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ത്യാഗത്തിന് ചിത്തശുദ്ധിക്കും ആത്മശാന്തിയും നൽകുവാൻ സഹായിക്കില്ല. അങ്ങനെ ചിത്തശുദ്ധിയും ആത്മശാന്തി ലഭിക്കാത്ത ഒരു ത്യാഗത്തിന് കർമ്മഫലത്യാഗമല്ല, കർമ്മത്യാഗത്തിനാണ് രാജസ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തുണ്ടാവും? ഇങ്ങനെയുള്ള ത്യാഗം ചെയ്യുന്നത് കൊണ്ട് ചിത്തം കൂടുതൽ കലുഷമാവും. നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാണ്ടിരുന്നാൽ നമുക്ക് തന്നെ എന്ത് ബുദ്ധിമുട്ടാണ് അല്ലേ? നമ്മൾ ചെയ്യേണ്ടതും ചെയ്തില്ലേ നമുക്ക് എന്തൊക്കെ ഫീലിങ്സാ ഉണ്ടാവുക? നമുക്ക് നിരാശ ഉണ്ടാവാം, നമുക്ക് ഒരു പേടി ഉണ്ടാവാം, ഭയമുണ്ടാവാം, എല്ലാ പ്രതികൂലമായ വികാരങ്ങളും നമ്മളുണ്ടാവാം. അപ്പൊ നമ്മുടെ ചിത്തം കലുഷമാവും, ഇളകിമറിയാനും ഇടയാവുകയും ചെയ്യും. കർമ്മവാസന നിലവിലുള്ളപ്പോൾ ദേഹം കർമ്മം ചെയ്യാതിരിക്കുന്നത് ചിത്തത്തിന്റെ അശാന്തി വളർത്തുവാൻ മാത്രമേ ഉപകരിക്കൂ. അതായത് കർമ്മം ചെയ്യേണ്ട സമയത്ത് കർമ്മം ചെയ്യുക തന്നെ വേണം. അത് നമ്മുടെ സ്വധർമ്മങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലെങ്കിൽ ദുഃഖമുണ്ടാവും, ഇതൊക്കെ മുൻകൂട്ടി ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഇതൊക്കെ എനിക്കുണ്ടാവും, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വധർമ്മത്തെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, നമ്മുടെ കർമ്മവാസനകൾ ഉള്ളപ്പോ കർമ്മം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കുമ്പോൾ, അത് നിലവിലുള്ളപ്പോൾ നമുക്ക് കർമ്മം ചെയ്യാതിരിക്കുന്നത് ചിത്തത്തിന്റെ അശാന്തി വളർത്തും, നമുക്ക് അശാന്തി ഉണ്ടാവും. അതുകൊണ്ട് അതിനെ രാജസ ത്യാഗം എന്ന് പറയുന്നു എന്നാണ് ഭഗവാൻ പറയണം. അടുത്തത് സത്യദർശനത്തിന് വഴിതെളിക്കുന്ന സാത്വികമായ യഥാർത്ഥ ത്യാഗം. എന്താണ് ശരിയായ ത്യാഗം? സാത്വികമായ ത്യാഗം മാത്രമേ യഥാർത്ഥമായ ത്യാഗമാവൂ. എന്താണ് അതെന്ന് പറയുകയാണ് സ്വാമി. കാര്യമിത്യേവ യത്കർമ്മ നിയതം ക്രിയതേ അർജുന, സംഗം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗ സാത്വിക സ്മൃതഃ. അർജുന, നിയതം യത് കർമ്മം, സ്വധർമ്മമായും ഈശ്വരാരാധനപരമായും, അതായത് ലൗകികമായും വൈദികമായും ഉള്ള കർമ്മങ്ങൾ അവശ്യം അനുഷ്ഠിക്കേണ്ട, ഓരോരുത്തർക്കും ചെയ്യാൻ നിർബന്ധിതരാണ്, അവരുടെ ഡ്യൂട്ടിയാണത്. അങ്ങനെയുള്ള കർമ്മം
കാര്യം ഇത് ഇവ, ഞാൻ അനുഷ്ഠിക്കാൻ കടപ്പെട്ടവനാണ്, എന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ള ഉറപ്പോടുകൂടെ കർത്തൃഭാവം സംഘം ഉപേക്ഷിച്ചുകൊണ്ട്, കർത്തൃഭാവം ഉപേക്ഷിച്ചുകൊണ്ട്, ഫലം ച ഏവ, ഫലം ത്യജിച്ചുകൊണ്ട്, ഫലകാംക്ഷയില്ലാതെ ഫലത്യാഗം ചെയ്തുകൊണ്ട് ക്രിയതയെ ചെയ്യുകയാണെങ്കിൽ സത്യാഗ, ആ ത്യാഗമാണ് സാത്വികം, സ്മിത, സാത്വികമെന്ന് കരുതപ്പെടുന്നു. അതായത് അല്ലയോ അർജുന, സ്വധർമ്മമായും ഈശ്വരാരാധനാപരമായും, അതായത് ലൗകികമായും വൈദികമായും ഒരുവൻ അവശ്യം അനുഷ്ഠിക്കേണ്ട കർമ്മം ഞാൻ അനുഷ്ഠിക്കാൻ കടപ്പെട്ടവനാണ് എന്ന ഉറപ്പോടെ, എന്നാൽ കർത്തൃഭാവവുമില്ല ഭോക്തൃഭാവവുമില്ല, എന്നാൽ അത് അപ്പൊ സംഘമില്ല, അതുപോലെ ഫലേച്ഛയുമില്ല, അങ്ങനെ കൈവെടിഞ്ഞ് ഫലേച്ഛയും സംഘഭാവവും കൈവെടിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ആ ത്യാഗത്തിനാണ് സാത്വിക ത്യാഗം എന്ന് പറയുന്നത്. സത്യാഗ സാത്വിക സ്മിത, ത്യജിക്കലാണല്ലോ ത്യാഗം. അപ്പോൾ എന്ത് ത്യജിച്ചാൽ കർമ്മത്യാഗമാവും? ബാഹ്യകർമ്മം ത്യജിക്കുന്നത് ശരിയായ കർമ്മത്യാഗം അല്ല എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. കർമ്മത്തിന്റെ സ്ഥൂല രൂപമല്ല, സൂക്ഷ്മമായ രൂപമാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത്. അതായത് എന്താണ്? ശരീരകർമ്മമാണ് കർമ്മത്തിന്റെ സ്ഥൂല രൂപം. നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ കർമ്മത്തിന്റെ സ്ഥൂല രൂപം. മാനസികമായ കർത്തൃഭാവനയും ഫലേച്ഛയുമാണ് വാസന. അതായത് നമ്മളൊരു കർമ്മം ചെയ്യുമ്പം ഞാനാണ് ചെയ്യുന്നത്, ഇതിന്റെ ഫലം എനിക്ക് വേണം എന്നുള്ള മനോഭാവത്തോടുകൂടിയാണ് ചെയ്യുന്നത്. ശരീരമല്ലല്ലോ ഭാവിക്കുന്നത്, ശരീരത്തിനല്ലല്ലോ ഭാവനയുള്ളത്. ആ സങ്കല്പങ്ങളുള്ളത് എവിടെയാണ്? മനസ്സിനാണ്, അല്ലെ? അപ്പം മനസ്സിലാണ് ഈ സൂക്ഷ്മരൂപം. മനസ്സ് സൂക്ഷ്മമല്ലേ? മനസ്സ് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടോ ആരുടെയെങ്കിലും മനസ്സിന്റെ? എടുക്കാൻ പറ്റുമോ? ഇല്ല, അത് സൂക്ഷ്മമാണ്. അപ്പം അവിടെയാണ് ഈ കർത്തൃഭാവവും ഫലേച്ഛയും ഒക്കെ ഉണ്ടാവുന്നത്, അല്ലാതെ ശരീരത്തിലല്ല. സ്ഥൂലരൂപമായ കർമ്മം ശരീരം ചെയ്യുമ്പോൾ അതിന്റെ സൂക്ഷ്മരൂപമായ സംഘവും അതുപോലെ തന്നെ ഫലേച്ഛയും മനസ്സിലുണ്ടാവുകയാണെങ്കിൽ അതിനെ നമ്മൾ ത്യജിക്കണം. മനസ്സിൽ നിന്ന് ആ കർത്തൃഭാവവും ഭോക്തൃഭാവവും ത്യജിക്കുകയാണെങ്കിൽ അതിനെയാണ് കർമ്മത്യാഗം, കർമ്മഫലത്യാഗം എന്ന് പറയുന്നത്. അതിനാണ് യഥാർത്ഥമായ കർമ്മത്യാഗം. കർമ്മം ചെയ്യുന്നെങ്കിലും കർമ്മം ചെയ്യാത്ത അവസ്ഥ, കർമ്മം ചെയ്യുന്നെങ്കിലും കർമ്മഫലകാംക്ഷയില്ല, ഞാനാണ് ചെയ്യുന്നുള്ള ഭാവമില്ല, എനിക്ക് ഫലം വേണമെന്നുള്ള ഭാവമില്ല. അപ്പൊ കർമ്മം ചെയ്യാത്ത മാതിരി തന്നെ ആയില്ലേ? അതാണ് കർമ്മത്യാഗം എന്ന് പറയുന്നത്. അതാണ് ആത്മാനുഭവത്തിനുള്ള വഴിതെളിക്കുന്ന സാത്വികമായ ത്യാഗം. ആ മനോഭാവത്തോടുകൂടി സൂക്ഷ്മമായ മനസ്സിനെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ ആ കർമ്മത്തിനാണ് നമ്മൾ സാത്വിക ത്യാഗം എന്ന് പറയുന്നത്. ആത്മാനുഭവത്തിനാണ് അത് വഴിതെളിക്കുക. സാത്വികമായ ത്യാഗം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈശ്വരപ്രാപ്തി ഉണ്ടാവും, നമ്മൾ ഈശ്വരനെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മത്യാഗ വിവരണമെല്ലാം വാസനാബദ്ധമായി കർമ്മരംഗത്ത് വർത്തിക്കുന്ന ഒരു അതായത് നമ്മൾ കർമ്മരംഗത്ത് വർത്തിക്കുന്ന ഒരു സാധകൻ എങ്ങനെയാണ് സാത്വിക ത്യാഗം ചെയ്യേണ്ടത്? നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ ലൗകിക കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മുടെ ഡ്യൂട്ടിയാണത്. നമ്മളത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈശ്വരപ്രാപ്തി ഉണ്ടാകുക? അതിനാണ് സങ്കല്പം കൊണ്ട്. സങ്കല്പം കൊണ്ട് നമ്മൾ ഞാനാണ് ചെയ്യുന്നത്, എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്, അനുഭവിക്കുന്നതോ ഭഗവാൻ തരുന്ന ഫലങ്ങൾ മാത്രം, ഭഗവാനാണ് ഭോക്താവും ഭഗവാനാണ് കർത്താവും എന്ന ഭാഗത്തോടെ നമ്മൾ ചെയ്യുമ്പം ഒരു സാധകന് ആത്മശുദ്ധി ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ ആത്മാനുഭവത്തിലേക്കുള്ള വഴി നന്നായിട്ട് തെളിഞ്ഞു വരും. അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെയുള്ള ആളെയാണ് ഭഗവാൻ എന്ത് പറഞ്ഞത്? യോഗി എന്ന് പറഞ്ഞത്, കർമ്മയോഗി എന്ന് പറഞ്ഞത്. അങ്ങനെ കർമ്മയോഗിയായ ഒരാള് വാസന എല്ലാം അയാൾക്ക് തീർന്നു, അയാൾക്ക് ഒരു വാസനയില്ല, കാരണം എല്ലാം ഈശ്വരനാണ്. അങ്ങനെയുള്ള ഒരാള് ജീവിച്ചിരിക്കെ തന്നെ ജീവൻ മുക്തനാവും. ജീവിച്ചിരിക്കെ തന്നെ ജീവൻ മുക്തനായി കഴിയുന്ന ബ്രഹ്മനിഷ്ഠൻ അല്ലെങ്കിൽ കർമ്മയോഗി അല്ലെങ്കിൽ യോഗനിഷ്ഠൻ എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ പല പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അങ്ങനെയൊക്കെ. അപ്പം അദ്ദേഹം കർമ്മം ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, കർമ്മം ചെയ്താലും പ്രശ്നമില്ല, ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. ഈ കാര്യം ഭഗവാൻ ഇതിനു മുമ്പ് നമ്മൾ നല്ലപോലെ പഠിച്ചിട്ടുണ്ട്. കർമ്മഫലത്യാഗത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പം യോഗനിഷ്ഠനായ കർമ്മത്യാഗി കർമ്മയോഗിയായ ഒരാള് ഒന്നും ചെയ്യാതിരുന്നാലും ഒന്നും ചെയ്തുകൊണ്ടിരുന്നാലും ലോകത്തിന് നന്മ തന്നെ വരുത്തിക്കൊണ്ടിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ലൗകികമായും ആധ്യാത്മികമായും താൻ അനുഷ്ഠിക്കാൻ നിർബന്ധിതനായ നമ്മുടെ കർത്തവ്യമായ കർമ്മങ്ങൾ
കർത്തൃഭാവവും ഫലേച്ഛയും വെടിഞ്ഞ് ഈശ്വരാരാധനാ രൂപത്തിൽ വിട്ടുവീഴ്ച കൂടാതെ അനുഷ്ഠിക്കുന്നതാണ് യഥാർത്ഥ ത്യാഗ പരിശീലനം. ഈ ത്യാഗം സത്യദർശനത്തിന് വഴികുളിക്കും. അതിന് തന്നെ 2 വാക്ക് സ്വാമി പറഞ്ഞത്, ഡ്യൂട്ടി ഈസ് ഗോഡ്, വർക്ക് ഈസ് വർഷിപ്പ്. ഇതെല്ലാം കൂടെ സാരമായിട്ട് ഒരു 4 വാക്കുകളിൽ സ്വാമി ഒതുക്കി. എന്ത് പറഞ്ഞു? ഡ്യൂട്ടി ഈസ് ഗോഡ്. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളും, അതായത് നിങ്ങളുടെ എല്ലാം, നിങ്ങൾ ലൗകിക കർമ്മം ചെയ്താലും വൈദിക കർമ്മം ചെയ്താലും, നിങ്ങളുടെ ശരീരം കൊണ്ട് ചെയ്താലും മനസ്സ് സൂക്ഷ്മമായിട്ട് ചെയ്താലും, അതെല്ലാം തന്നെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഈശ്വരൻ. ആ ഈശ്വരനെ പ്രാപിക്കാനായിട്ട് നിങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ അസലായിട്ട് ചെയ്തോളൂ. നിങ്ങളുടെ ബാഹ്യകർമ്മങ്ങളും നിങ്ങളുടെ ലൗകിക കർമ്മങ്ങളും നിങ്ങളുടെ വൈദിക കർമ്മങ്ങളും ഒക്കെ അസലായിട്ട് ചെയ്തോളൂ. കർമ്മഫലം ഉപേക്ഷിച്ചുകൊണ്ട്, കർത്തൃഭാവം ഉപേക്ഷിച്ചുകൊണ്ട്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ഭഗവാൻ പറഞ്ഞതാണ് സർവകർമ്മങ്ങളും ത്യജിക്കുക. എന്ന് വെച്ചാൽ എന്താ? സർവകർമാൻ പരിത്യജ്യ എന്ന് വെച്ചാൽ സർവകർമ്മങ്ങളും ഭഗവാനാണ് ചെയ്യുന്നത്, ഞാനല്ല ചെയ്യുന്നത് എന്ന ഭാവത്തോടുകൂടി മാമേവം ശരണം വ്രജ, എന്നെ മാത്രം ആരാണോ ആശ്രയിക്കുന്നത്, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപി, അങ്ങനെയുള്ളവരുടെ സർവപാപങ്ങളും എല്ലാം ഞാൻ ഇല്ലായ്മ ചെയ്യും എന്നാണ് ഭഗവാൻ പ്രോമിസ് ചെയ്തിരിക്കണം. ഇങ്ങനെയുള്ള ആൾക്കാർക്കാണ് സർവകർമാൻ പരിത്യജ്യ, എല്ലാ കർമ്മങ്ങളും ചെയ്യും, പക്ഷെ ഞാനല്ല ചെയ്യുന്നത്, എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്, ഞാൻ ഭഗവാന്റെ വെറും ഉപകരണമാണ്. എല്ലാ ഫലങ്ങളും ഭഗവാൻ എന്ത് തന്നാലും എനിക്ക് സ്വീകരിക്കും ഞാൻ. കാരണം ഭഗവാൻ എന്ത് തന്നാലും അത് പുറമേക്ക് നമുക്ക് നോക്കുമ്പോൾ ദുഃഖം എന്ന് തോന്നാം, വിഷമം എന്ന് തോന്നാം, എങ്ങനെയൊക്കെ നമുക്ക് തോന്നിയാലും നമ്മൾ അതിനെയൊക്കെ ഭഗവാന്റെ ഒരു വരദാനമായിട്ട് കണ്ടുകൊണ്ട് സ്വീകരിക്കുകയാണെങ്കിൽ ഭഗവാൻ പറയണു അതാണ് ഏറ്റവും വലിയ യോഗശ്രേഷ്ഠനായ കർമ്മയോഗി, ഏറ്റവും വലിയ സാത്വിക സന്യാസം ചെയ്ത ആളെന്നാണ് ഭഗവാൻ പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ അതിന് തിങ്കളാഴ്ച എടുക്കാം. ഓക്കെ. അപ്പോഴ് സർവത്ര ഗോവിന്ദ കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.